വീണ്ടും ഒരു മെയ് 11 നമ്മളിവിടെ കൂടിച്ചേർന്നിരിക്കുകയാണ്. മെയ് 11 നിങ്ങൾക്കറിയാം, മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ജന്മദിനമാണ്. തൃശ്ശൂർ ആസ്ഥാനമാക്കി കഴിഞ്ഞ 4 ദശകത്തോളം ആയിട്ട് പ്രവർത്തിച്ചു വരുന്ന വൈലോപ്പിള്ളി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രധാനമായിട്ട് ഈ 2 ദിവസങ്ങളിലും ഓരോ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതുകൂടാതെ അധ്യാപകർക്കും സാഹിത്യ താല്പര്യർക്കുമായിട്ടുള്ള ചില ക്യാമ്പുകൾ, ചില ശില്പശാലകൾ, ചില അനുസ്മരണ പരിപാടികൾ അതൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ വായിക്കാതെ മനസ്സിലാക്കാതെ അഭിപ്രായം പറയുകയും എന്തും കയറി പറയുകയും ചെയ്യുക എന്നുള്ളൊരവസ്ഥ പലപ്പോഴും നമ്മുടെ പല ചർച്ചകളിലും കണ്ടുവരാറുണ്ട്. അതെന്തായാലും ഒരു കലാകാരനെ, ഒരു എഴുത്തുകാരനെ ആദരിക്കാനുള്ള രീതിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്തിൻ്റെ പേരിലായാലും, അത് മത്സരത്തിൻ്റെ പേരിലായാലും അവനവൻ്റെ സന്തോഷത്തിന് വേണ്ടിയായാലും അത്തരം സൃഷ്ടികൾ വീണ്ടും വീണ്ടും വായിക്കുക, ആസ്വദിക്കുക എന്നുള്ളതാണ് ഒരു കലാകാരനോട്, എഴുത്തുകാരനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു ആദരവ് എന്നതാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലാണ് വൈലോപ്പിള്ളി സ്മാരക സമിതി ഈ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 1-2 കാര്യങ്ങൾ മഹാകവിയെക്കുറിച്ച് ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ലെങ്കിൽ സഹൃദയ ലോകം അറിയാനിടയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന 1-2 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്രസക്തമാവില്ല എന്ന് തോന്നുന്നു. 1984 ഡിസംബർ 31 തുഞ്ചൻ പറമ്പിൽ തുഞ്ചൻ ഉത്സവം നടന്നത്. ആ തുഞ്ചൻ ഉത്സവത്തിൽ അതിനോടനുബന്ധിച്ച് നടത്തിയ കവിസമ്മേളനത്തിൽ ഉദ്ഘാടകനായിരുന്നു വൈലോപ്പിള്ളി. അന്ന് തുഞ്ചൻ കമ്മിറ്റിയിൽ കക്കാട് അംഗമാണ്. കക്കാടാണ് എനിക്ക് എഴുതിയത്, താൻ തൃശ്ശൂർ പോയിട്ട് ഒരു കാറെടുത്ത് പോയിക്കോളൂ, തൃശ്ശൂർ പോയിട്ട് വൈലോപ്പിള്ളിയെ കൂട്ടി ഇവിടെ വരണം. വേറെ ആരെങ്കിലും പോയാൽ ചിലപ്പോൾ അദ്ദേഹം വരില്ല, നമുക്കറിയാമല്ലോ, അതുകൊണ്ട് താൻ പോയി കൂട്ടിയിട്ട് വരണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സന്തോഷത്തോടു കൂടി ചെയ്യാം, ഒരു കാര്യം ചെയ്തോളൂ, അവിടുന്ന് ഓഫീസിൽ നിന്ന് ഒന്ന് എഴുതാൻ പറയൂ, അങ്ങനെ ഞാനവിടെ വരും, കൂട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വരണം എന്ന് ഔപചാരികമായിട്ട് ഒരു കത്തെഴുതിക്കോളൂ വൈലോപ്പിള്ളിക്ക്. ശരി, ഞാൻ എഴുതാൻ ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞു. എഴുതിയിട്ടുണ്ടാവണം. 31 കാലത്ത് ഞാൻ വളരെ നേരത്തെ 8 മണിക്ക് എത്തിയെന്നാണ് എൻ്റെ മനസ്സിലെ ഓർമ്മ. ക്വാർട്ടേഴ്സിൽ, ദേവസ്വം ക്വാർട്ടേഴ്സിൽ ഗുരുവായൂരിൽ തന്നെ കാറെടുത്ത് വന്ന് ദേവസ്വം ക്വാർട്ടേഴ്സിൽ മുമ്പിൽ നിന്നു. എനിക്ക് സന്തോഷം തോന്നി. കാരണം എന്താ അറിയാമോ, വൈലോപ്പിള്ളി കുളിച്ച് സുന്ദരനായി മുടിയൊക്കെ ചെയ്യി കുപ്പായൊക്കെ ഇട്ട് നിൽക്കുന്നു, ഒരുങ്ങി നിൽക്കുന്നുണ്ടല്ലോ, എന്ത് സമാധാനം. ഞാൻ ചെന്നു, രാമകൃഷ്ണൻ വന്നോ? ഞാൻ തുഞ്ചൻ പറമ്പിലേക്ക് വരില്ല, ഞാൻ എന്താ പറയേണ്ടതെന്ന് വെച്ചില്ലേ, ഞാൻ ഷർട്ടൊക്കെ ഇട്ട് നിൽക്കണതേ തുഞ്ചൻ പറമ്പിലേക്ക് വരാനൊന്നുമല്ല. എൻ്റെ പെങ്ങൾ വരുന്നുണ്ട് ഈ ട്രെയിനിന്, അവർ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. ഞാൻ അവരെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്, ഒരുങ്ങി നിൽക്കുകയാണ്, ഞാൻ പോകാൻ പുറപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ തുഞ്ചൻ പറമ്പിലേക്ക് വരില്ല. എന്താണ് അദ്ദേഹത്തിനോട് പറയുക? പിന്നെ പറഞ്ഞത് എന്താ അറിയാമോ, എൻ്റെ തുഞ്ചൻ പറമ്പിലെ കവിതയൊക്കെ കഴിഞ്ഞു, എൻ്റെ തുഞ്ചൻ പറമ്പിലെ കവിതയൊക്കെ കഴിഞ്ഞു.
നമ്മൾ 2 മാസം മുമ്പ് കഴിഞ്ഞ ഒക്ടോബറിൽ നമ്മളവിടെ ഒരുമിച്ച് കവിത വായിച്ചില്ലേ? ഒക്ടോബറിൽ 4/10 ഞാനത് ഡേറ്റൊക്കെ എൻ്റെ ഡയറി നോക്കി കുറിച്ച് കൊണ്ടുവന്നാണ്. 4/10 ഒക്ടോബറിൽ തുഞ്ചൻ പറമ്പിൽ വിദ്യാരംഭത്തിനോടനുബന്ധിച്ച് കവികളുടെ വിദ്യാരംഭം എന്നൊരു സംരംഭം, അത് 83-ലാണ് തുടങ്ങിയത്. അതിനെക്കുറിച്ച് വിശദീകരിക്കാനുണ്ട് വയലോപ്പിലോട് ബന്ധപ്പെട്ടിട്ട് തന്നെ. ആ സമ്മേളനത്തിൽ കവികളുടെ വിദ്യാരംഭത്തോടനുബന്ധിച്ച് ഒക്ടോബറിൽ നടന്ന കവികളുടെ വിദ്യാരംഭം എന്ന കവി സമ്മേളനത്തിൽ വയലോപ്പിള്ളി വന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഒരാളും കൊണ്ടുപോകാൻ വരുന്നില്ല, ഒരാളും ക്ഷണിക്കുന്നില്ല, ഒരാളും കൊണ്ടുപോകാൻ വരുന്നില്ല. അദ്ദേഹം ഇവിടുന്ന് സ്റ്റേഷനിൽ പോയി വണ്ടി കയറി തിരൂർ വന്ന് ഇറങ്ങി. അവിടുന്ന് തുഞ്ചൻ പറമ്പിൽ വന്നപ്പോൾ നേരം 9:44 ആവുന്നേ ഉള്ളൂ. 9:45 ആവുന്നേ ഉള്ളൂ. 9:45 കവി സമ്മേളനം തുടങ്ങിയിരുന്നു, കവികളുടെ വിദ്യാരംഭം തുടങ്ങിയിരുന്നു. 9 മുതൽ 10 വരെ കവികളുടെ വിദ്യാരംഭം എന്ന പരിപാടി ലൈവായിട്ട് ആകാശവാണി ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. ലൈവായിട്ട് അവിടുന്ന് തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നു, തുഞ്ചൻ പറമ്പിൽ നിന്ന്. അത് അന്ന് കക്കാട് തുഞ്ചൻ മറ്റേ ആകാശവാണിയിൽ ARലുണ്ട്, കോഴിക്കോട്ടെ നിലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 9 മുതൽ 10 വരെ 1 മണിക്കൂറാണ് ഈ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരുന്നത്. വയലോപ്പിള്ളി വന്ന് അന്ന് ഈ വിദ്യാരംഭ ദിവസത്തെ തുഞ്ചൻ പറമ്പിൽ തിരക്കിനെക്കുറിച്ച് പരിചയമുള്ളവരോട് അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അവിടെ പൂഴിയിട്ടാൽ നിലത്ത് വീഴാത്ത അത്രയും ആൾ തിരക്കുണ്ടാവും. അന്നുണ്ട്, ആ കാലത്ത് തന്നെ ഉണ്ട്. ഈ തിരക്കിലൂടെ അദ്ദേഹം തിരക്കി പിടിച്ച് സ്റ്റേജിൻ്റെ പിറകിലെത്തിയപ്പോൾ ആരോ ഓടി വന്ന് പറഞ്ഞു, വയലോപ്പിള്ളി വരുന്നുണ്ട്, വയലോപ്പിള്ളി വന്നിരിക്കണു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരും ബന്ധപ്പെടരുത്, ആരും വിഷമിക്കരുത്, അദ്ദേഹം കയറി വന്നോളും. ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം കയറി വന്നോളും. അദ്ദേഹം കയറി വന്ന സമയത്ത് കലാമണ്ഡലം കേശവൻ എന്ന കവിത വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കവിത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട്. അദ്ദേഹം വന്ന് കയറിയ സമയത്ത് ഞാൻ പോയി പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തി. കേശവൻ കവിത വായിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, വയലോപ്പിള്ളി എത്തിയിട്ടുണ്ട്, അദ്ദേഹം നമ്മുടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം കവിത ചൊല്ലി വിദ്യാരംഭം കുറിക്കും എന്ന് അനൗൺസ് ചെയ്തു. അദ്ദേഹം കവിത മൈക്കിന് മുമ്പിൽ വന്ന് കവിത ചൊല്ലാൻ തുടങ്ങിയിട്ട് അത്യന്തം ആവേശത്തിലാണ് സംസാരിക്കുന്നത്. ഒരു 4 വരി കവിത ചൊല്ലിയാൽ പിന്നെ ഒരു 5 മിനിറ്റ് സംസാരിക്കും, പിന്നെയും ചെല്ലും കവിത, പിന്നെയും സംസാരിക്കും, പിന്നെയും ചെല്ലും. അതൊക്കെ കഴിഞ്ഞിട്ട് നേരം 10 മണി കഴിഞ്ഞു. കക്കാട് ഇരുന്ന് പരിഭ്രമിക്കാൻ തുടങ്ങി. ഇത് സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു പോകണം. വയലോപ്പിള്ളി കവിത ചൊല്ലിക്കൊണ്ടിരിക്കുക. എങ്ങനെ കട്ട് ചെയ്യുക, എങ്ങനെയാണ് ആ മനുഷ്യനെ മാനേജ് ചെയ്തതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് തന്നെ ആയാലും 10:20 വരെ മറ്റോ വയലോപ്പിള്ളി അന്ന് കവിത ചൊല്ലി. ഞങ്ങളൊക്കെ വിസ്മയിപ്പിച്ച് കളഞ്ഞു. ഒരു മനുഷ്യൻ, ഞാൻ അതുകൂടി പറയട്ടെ, തലേന്ന് എന്നോട് പറഞ്ഞിരുന്നത്, എന്നോട് വന്ന് ഒന്ന് ഓർമ്മിപ്പിക്കണം, തുഞ്ചൻ പറമ്പിൽ നടക്കുന്ന കവികളുടെ വിദ്യാരംഭത്തെക്കുറിച്ച് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം വന്നിട്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇത് 84 983 കക്കാടും ഞാനും കൂടിയാണ് ആ പരിപാടി ഓർഗനൈസ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത്. കവികളുടെ വിദ്യാരംഭം എന്ന ഒരു സംഭവം
ഒരുമിച്ച് ശരിപ്പെടുത്തി എടുക്കുന്നത് ഞങ്ങൾ രണ്ടുപേരോടാണ്. അന്നത്തെ പരിപാടി എന്തായിരുന്നു വെച്ചാൽ അതിൻ്റെ ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ട പരിപാടിയൊക്കെ കാക്കാട് ചെയ്യും. ഒരു കാർഡ് കിട്ടിയാൽ സ്വന്തം ഉത്തരവാദിത്വത്തിൽ തുഞ്ചൻ പറമ്പിൽ എത്തും എന്ന് ബോധ്യമുള്ള കുറച്ച് സുഹൃത്തുക്കൾക്ക് എഴുതിക്കൊള്ളു താൻ എന്നായിരുന്നു കാക്കാട് എനിക്ക് തന്നിട്ടുള്ള നിർദ്ദേശം. ഞാൻ അങ്ങനെ 10-15 സുഹൃത്തുക്കൾക്ക് കാർഡ് എഴുതി. എങ്ങനെയാണ് വയലോപ്പള്ളിക്ക് കാർഡ് എഴുതുക? ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ തുഞ്ചൻ പറമ്പിൽ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, വയലോപ്പള്ളി വരണം, സ്വന്തം ഉത്തരവാദിത്തത്തിൽ വരണം, ആരും കൊണ്ടുപോകാൻ വരില്ല, അപ്പോൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ വരണം എന്ന് വയലോപ്പള്ളിയോട് പറയാൻ വയ്ക്കോ? എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു, ഞാൻ ചെയ്തില്ല. വരാൻ അച്ഛാ അങ്ങനെ വയലോപ്പള്ളി അറിയിച്ചില്ല. പക്ഷേ ഈ സംഭവം ഇതൊരു പുതിയ സംരംഭമായിരുന്നല്ലോ. ആ സംഭവത്തിന് അന്ന് വളരെ വിപുലമായ രീതിയിൽ പേപ്പർ കവറേജ് കിട്ടി. വയലോപ്പള്ളി ഇത് ശ്രദ്ധിച്ചു. അങ്ങനെ ഒരു പരിപാടി നടത്തി ഈ കക്കാടും രാമകൃഷ്ണനും കൂടിയിട്ട് അല്ലേ, എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല. വളരെയധികം മുഷിഞ്ഞു. വയലോപ്പള്ളിക്ക് വളരെയധികം മുഷിച്ചിലായി. ഒരു തവണ ഇവിടെ വെച്ച് കണ്ട സമയത്ത് എന്നോട് ദേഷ്യപ്പെട്ട് തന്നെ പറഞ്ഞു. ഇങ്ങനെ രാമകൃഷ്ണൻ എന്നോട് പറഞ്ഞില്ലല്ലോ, ഇവർക്കൊക്കെ എഴുതിയില്ലേ, അവരെയൊക്കെ അറിയിച്ചില്ലേ, അവരൊക്കെ വന്നില്ലേ, രാമകൃഷ്ണൻ എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ചുണ്ടിയെടുത്തു. ഞാനൊരു ദിവസം ക്വാർട്ടേഴ്സിൽ പോയി ഇരുന്ന് 1 മണിക്കൂറോളം സംസാരിച്ചിട്ടാണ് അദ്ദേഹത്തെ ഒന്ന് സമാധാനിപ്പിച്ചെടുത്തത്. ഞാൻ ഇതുകൊണ്ടാണ് പറയാതിരുന്നത്. എങ്ങനെയാണ് പറയുക? തൃശ്ശൂരിൽ നിന്ന് തീവണ്ടി സ്വന്തം ഉത്തരവാദിത്വത്തിൽ വണ്ടിയിൽ കയറിയിട്ട് വന്ന് തുഞ്ചൻ പറമ്പിൽ വന്ന് കവിത വായിക്കണം എന്ന് വയലോപ്പള്ളിയോട് പറയാനുള്ള ധിക്കാരം കാണിക്കാൻ എനിക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് ചെയ്യാതിരുന്നതാണ്. അങ്ങനെയൊന്നും വേണ്ട, രാമകൃഷ്ണനോട് പറഞ്ഞാൽ മതി, ഞാൻ വരും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നവെല്ലാം പറഞ്ഞോളാം. വരുന്നവെല്ലാം പറയൊന്നും വേണ്ട, എനിക്ക് വരുന്ന ഡിസംബറിൽ എന്നോട് പറയൊന്നും അല്ല ഒക്ടോബറിൽ എന്നോട് പറയൊന്നും വേണ്ട. എനിക്കൊരു കാർഡ് ഇട്ടാൽ മതി, എനിക്ക് തലേന്ന് കിട്ടാവുന്നതൊക്കെ ഓടണം, ഒരു കാർഡ് ഇട്ടാൽ മതി, ഞാൻ അവിടെ എത്തും എന്ന് പറഞ്ഞു. ഇത് 4-ാം തീയതിയാണ് വിദ്യാരംഭം ദിവസം. ഞാൻ 3-ാം തീയതി വൈകുന്നേരം വന്നിട്ട് ക്വാർട്ടേഴ്സിൽ പോയി വയലോപ്പള്ളി കണ്ട് സംസാരിച്ചു. ഇങ്ങനെ നാളെയാണ്. ശരി രാമകൃഷ്ണൻ പൊക്കോളൂ, ഞാൻ വരും, ഞാനവിടെ വരും. അങ്ങനെയാണ് വയലോപ്പള്ളി സ്വന്തം ഉത്തരവാദിത്വത്തിൽ തുഞ്ചൻ പറമ്പിൽ വന്ന് കവിത വായിച്ച് തിരിച്ചു പോരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഡിസംബറിലാണ് ഞാൻ വണ്ടിയും കൊണ്ട് വന്നിട്ട് തുഞ്ചൻ പറമ്പിലെ തുഞ്ചൻ ഉത്സവത്തിൻ്റെ കവി സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യാൻ ഔദ്യോഗികമായിട്ട് ഏൽപ്പിച്ചിട്ട് ഇവിടെ ഞാൻ വണ്ടിയും കൊണ്ട് വന്ന സമയത്ത് ഞാൻ വരില്ല, എനിക്ക് വേറെ പണിയുണ്ടെന്നുള്ള മട്ടിൽ വന്നില്ല. യാതൊരു സംശയമില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നതുമില്ല. വയലോപ്പള്ളിയെക്കുറിച്ച് വയലോപ്പള്ളിയെക്കുറിച്ച് ഈ വന്നില്ല എന്ന് പറയുന്നതിൻ്റെ വേറൊരു വശം 1964 ഞാനന്ന് മഹാരാജാസ് കോളേജിൽ സ്റ്റുഡൻ്റാണ്. തേർഡ് ബി എക്ക് പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. അന്ന് അവിടെ ഒരു 1 ഡേ സെമിനാർ അറേഞ്ച് ചെയ്തു. അന്ന് അവിടെ സെമിനാർ അറേഞ്ച് ചെയ്യാവുന്ന ഞാനന്ന് അവിടെ ഭാഷാ സാഹിത്യ മണ്ഡലത്തിൻ്റെ സെക്രട്ടറിയാണ്. ഒരു മഹാരാജാസ് കോളേജിലെ ഭാഷാ സാഹിത്യ മണ്ഡലത്തിൻ്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഒരു കൊല്ലം അവിടെ ആഘോഷിച്ചതാണെന്നർത്ഥം. അന്ന് ഈ സെമിനാറിന് വയലോപ്പള്ളി ഉദ്ഘാടനം ചെയ്യണം. ഗുപ്തനാർ മാഷ് അധ്യക്ഷം വഹിക്കണം. പിന്നെ MS മേനൻ, MN വിജയൻ, NV കൃഷ്ണവാര്യർ, അങ്ങനെ ഒരു 4-5 പേരെ, KC പീറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ 5-6-7 പേര് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു ഈ സെമിനാറിന്. ഞാൻ ക്വാർട്ടേഴ്സിൽ വന്ന്, അദ്ദേഹം താമസിക്കുന്ന ഒല്ലൂരാണ്, ക്വാർട്ടേഴ്സിൽ വന്നിട്ട്
കാലത്ത് നേരത്തെ വന്ന് ക്വാർട്ടേഴ്സിൽ വന്നപ്പോൾ അല്ല ഞാൻ വന്നപ്പോഴേക്ക് സ്കൂളിൽ എത്തിക്കണം. അദ്ദേഹം ഒല്ലൂർ സ്കൂളിലാണ് അന്ന്. സ്കൂളിൽ എത്തിയിരിക്കുന്നു. രാമകൃഷ്ണൻ വന്നോ? ശരി, ഞാൻ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ ശരിയാവില്ല, നമുക്ക് വീട്ടിൽ പോവാം. അത് മാഷന്മാരെ ആരെയും വിളിച്ചു എന്നിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വരും, രാമകൃഷ്ണൻ വന്നിട്ടുണ്ട്, ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വരും, സമയമായ ബെല്ലടിക്കണം. അപ്പോൾ ഫസ്റ്റ് ബെല്ലടിച്ചിട്ടില്ല, ക്ലാസ് കൂടിയിട്ടില്ല, ബെല്ലടിക്കുന്നുള്ളൂ. സമയമായ ബെല്ലടിച്ചോളൂ, നമുക്ക് പോവാം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നു. താഴെ മുറ്റത്ത് വന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ മുറ്റത്തിരുന്ന് കുട്ടികൾ ഗോട്ടി കളിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് കുറച്ച് നേരം. എന്നിട്ട് അപ്പം ഈ സമയത്ത് ഹെഡ് മാസ്റ്റർ അതിലേ പറ്റുന്നൊന്നും കുട്ടികൾ കരുതില്ലല്ലോ. വയലുപ്പുഴ അവിടെ വന്നിട്ട് കളിച്ചോളൂ, പക്ഷേ കൈ ഇങ്ങനെ വെച്ചിട്ടേ കയ്യുമ്പലിക്ക് അടിക്കരുത് കേട്ടോ, വേദനയാവും. കുട്ടികൾ അതിനു വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. കുട്ടികൾ കോട്ടി കളിക്കുന്നത് കയ്യിൻ്റെ മുകളിലേക്ക് കോട്ടി കൊണ്ട് അടിക്കാനാണ്. അടിക്കരുത് കേട്ടോ, കയ്യിൻ്റെ മുകളിൽ വേദനയാവും. ശരി, നമുക്ക് പുറത്ത് ഗേറ്റ് കടന്നപ്പോൾ പറയാം, കുട്ടികളോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അവരതിനു വേണ്ടിയാണ് കളിക്കുന്നത്, അവരടിക്കും. എന്നാലും നമുക്കത് പറയാണ്ട പറ്റില്ലല്ലോ. പറഞ്ഞ് വീട്ടിൽ വന്നു. കാര്യങ്ങൾ സംസാരിച്ചിട്ട് കോളേജിലേക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന് ക്ഷണിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു, ഞാൻ മഹാരാജാസ് കോളേജിലേക്ക് വരില്ല. മഹാരാജാസ് കോളേജ് എൻ്റെ കോളേജാണ്. എന്നിട്ട് ഇതുവരെ എന്നെ അവിടേക്ക് ഒരാൾ ക്ഷണിച്ചിട്ടില്ല, ഞാൻ അവിടെ കയറിയിട്ടുമില്ല, ഞാൻ അവിടേക്ക് വരില്ല. ഞാനിങ്ങനെ കുറച്ചു നേരം മിണ്ടാതിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ അങ്ങനെ മെരുകി ഇടിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു, മാഷ ഒരു കാര്യമുണ്ട്, പണ്ടുള്ളവർ ചെയ്ത തെറ്റിനെ എന്നെ ശിക്ഷിക്കരുത്. പണ്ടുള്ളവർ ചെയ്ത തെറ്റാണ് മാഷെ കൊണ്ട് സ്കൂളിലേക്ക് കോളേജിലേക്ക് വിട്ടിട്ട് പോകുക എന്നുള്ളത്. പണ്ടുള്ളവർ ചെയ്യേണ്ടിയിരുന്ന സമയത്ത് യഥാസമയം ചെയ്യേണ്ടിയിരുന്നതാണ്. അവരത് ചെയ്തില്ല എന്നുള്ള തെറ്റിനെ എന്നെ ശിക്ഷിക്കരുത്. ഞാൻ കുട്ടികളോട് എൻ്റെ സുഹൃത്തുക്കളോട് വാക്ക് പറഞ്ഞുള്ളതാണ് വയലോപ്പള്ളി വരും എന്നുള്ളത്. ശരിയാണ് രാമകൃഷ്ണ കുട്ടികളുടെ മുമ്പിൽ ബുദ്ധിമുട്ടാവും. ഞാൻ വരാം. പിന്നത്തെ കണ്ടീഷൻ എന്താ അറിയാമോ? വളരെ വിചിത്രമാണ് ഈ മനുഷ്യൻ്റെ പെരുമാറ്റം. കോളേജിൻ്റെ തെക്ക് വശത്ത്, കോളേജിൻ്റെ കിഴക്കേ ഗേറ്റിൻ്റെ തെക്ക് വശത്ത് എന്തോ ഒരു ലോഡ്ജുണ്ട്, ഓർമ്മയുണ്ടോ? ആ ലോഡ്ജിൽ ആ ഫസ്റ്റ് ഫ്ലോറിൽ കിഴക്കേ എൻഡിലുള്ള മുറി എനിക്ക് ബുക്ക് ചെയ്യണം. ആ ലോഡ്ജിൽ വുഡ്ലാൻഡ്സ് എന്ന് അങ്ങനെ തോന്നുന്നു. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കിഴക്കേ എൻഡിലുള്ള മുറി എനിക്കന്ന് ബുക്ക് ചെയ്യണം. എന്നെ കൊണ്ടുപോകാൻ വണ്ടിയൊന്നും കൊണ്ടുവരരുത്. എന്നെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വരണ്ട. ഞാൻ മാരേജ് കോളേജിലേക്കാണ് വരും, ഞാൻ വരും, ഞാൻ അങ്ങോട്ട് വന്നോളാം. പക്ഷേ എനിക്ക് അവിടെ ഒരു മുറി ബുക്ക് ചെയ്യണം, അത് ഇന്ന മുറി വേണം. ഞാൻ ഏറ്റു, ഞാൻ ചെയ്തോളാം. ഞാൻ തിരിച്ചു വന്നിട്ട് അന്ന് വൈകുന്നേരം തന്നെ പോയിട്ട് ആദ്യം ചെയ്തത് മുറി ബുക്ക് ചെയ്യലാണ്. വയലോപ്പള്ളി വരികയും അതിമനോഹരമായി സംസാരിക്കുകയും സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അന്ന് ആ സെമിനാറിൽ അവതരിപ്പിച്ചിട്ടുള്ള ലേഖനങ്ങളുടെ കവിത സാഹിത്യം ഇന്ന് എന്ന് പറഞ്ഞിട്ടൊരു ലേഖന സമാഹാരമുണ്ട്. എൻ്റെ കയ്യിൽ കോപ്പി നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ അക്കാദമിയിലുണ്ട്, സാഹിത്യ അക്കാദമിയിൽ അതിൻ്റെ കോപ്പിയുണ്ട്. ഞാനത് ഇതിനു മുമ്പേ ഒരു അത്യാവശ്യത്തിന് റെഫർ ചെയ്യേണ്ടി വന്നപ്പോൾ എനിക്ക് ഡേവിസാണ് തോന്നുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തന്നത്. ഡേവിസ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഡേവിസ് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരുകയുണ്ടായി. അപ്പോൾ അവിടെ പുസ്തകം അവിടെ ഉണ്ടെന്നർത്ഥം. അതിൽ വയലോപ്പള്ളിയുടെ ഒരു വാചകമുണ്ട്. അന്നത്തെ നിരൂപണ രംഗത്തെ സൂചിപ്പിച്ചുകൊണ്ട്
അന്നത്തെ ആ കാലത്തെ നിരൂപണ രംഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് വൈലോപ്പിള്ളിയുടെ ഒരു വാചകമുണ്ട്: തീർത്ഥക്കുളം കണ്ടാൽ അശുദ്ധിയാക്കിയിട്ട് കടന്നു പോവുള്ളൂ എന്ന മനസ്സാണ് നമ്മുടെ നിരൂപകന്മാർക്ക്. അദ്ദേഹത്തിൻ്റെ അന്ന് പറഞ്ഞ വാചകമാണ് ഞാൻ സൂചിപ്പിച്ചു കൊണ്ടുവന്നത്. ഈ രീതിയിൽ എങ്ങനെ പെരുമാറിയാലാണ് നമുക്ക് മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് പുറക്കാൻ പറ്റുക എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം. അത് നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായ രീതിയിൽ മിക്കവാറും അദ്ദേഹത്തോട് നേരിട്ട് പെരുമാറിയിട്ടുള്ള എല്ലാവർക്കും തന്നെ അവനവൻ്റേതായ രീതിയിൽ ഇതിൻ്റെ ഏതെങ്കിലും വശം അനുഭവപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതൊന്നും മറന്നുകൊണ്ടല്ല ഞാൻ ഇത്രയും നേരം എൻ്റെ ഈ വാക്കുകൾ പറഞ്ഞത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരു പക്ഷേ മറ്റൊരാൾക്ക് പറയാനോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അറിയാനോ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വൈലോപ്പിള്ളിയെക്കുറിച്ച് എൻ്റെ മനസ്സിലുള്ള പിന്നെയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അവിടേക്കൊന്നും കടക്കുന്നില്ല. വളരെ ആദരത്തോടു കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. സാഹിത്യം ഇപ്പോഴും ആൾക്കാരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് വൈലോപ്പിള്ളി കവിത നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. ഇത്രയധികം പേര് 10-25 പേരോ 10-30 പേരോളം ഇവിടെ രജിസ്റ്റർ ചെയ്തു ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട്, വൈലോപ്പിള്ളി കവിത ചൊല്ലാൻ വേണ്ടിയിട്ട്. അത് പലതും ചൊല്ലി കേൾക്കുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി എന്നുള്ളത് സത്യം. പക്ഷേ അത്രയും പേര് താല്പര്യത്തോടു കൂടിയിട്ട് വന്നുല്ലോ. മുരളിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. മുരളിയൊക്കെ അത് കേൾക്കാഞ്ഞത് നന്നായി. എങ്കിലും അതിൻ്റെ സന്തോഷം ഞാൻ അറിയിക്കട്ടെ. വൈലോപ്പിള്ളി കവിതകളിലെ അധികാരഘടനയോടുള്ള സമീപനമെന്ന പ്രസ്തുത പ്രബന്ധ വിഷയം അത് നേരത്തെ കൗമ്പായി മാഷ് പറഞ്ഞ പോലെ വ്യത്യസ്തമായിട്ടുള്ള മാനങ്ങളിലൂടെ ഒക്കെ നമുക്ക് നോക്കിക്കാണാവുന്ന ഒന്നാണ്. കാരണം അധികാരം എന്നുള്ളത് വളരെ സൂക്ഷ്മമായും സ്ഥൂലമായിട്ടും സമൂഹത്തിനകത്തും കുടുംബത്തിനകത്തും പുത്രി ബന്ധത്തിനകത്തും ഒക്കെ നിലകൊള്ളുന്ന ഒന്നാണ്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യതിരിക്തമായിട്ട് ഉള്ള ഒരു പാഠ്യമേഖലയെ കണ്ടെത്താനുള്ള ഒരു ശ്രമമായിരുന്നു ഞാൻ പ്രബന്ധത്തിലൂടെ നടത്തിയിട്ടുള്ളത്. ഇന്നത്തെ സമകാലിക ഇന്ത്യയിലെ ഒരു സർവാധികാര രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോടെ എങ്ങനെയാണ് വൈലോപ്പിള്ളി കവിതകൾ എതിരിടുന്നത്, ഇന്ന് നമ്മെ എല്ലാം വിഭജിച്ചുകൊണ്ടിരിക്കുന്ന വേർതിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതരാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ വിധ്വംസകമായിട്ടുള്ള ദർശനങ്ങളെ വൈലോപ്പിള്ളി കവിതകൾ വളരെ മൂർത്തമായി തന്നെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് ആ കവിതകളുടെ ഒരു സാർവലൗകികത എന്ന് പറയുന്നത്. എല്ലാ തവണയും ഈ വൈലോപ്പിള്ളി പ്രബന്ധ മത്സരം അറിയിപ്പ് കാണുമ്പോൾ എഴുതണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഈ അറിയിപ്പൊക്കെ വരുന്നത് മാർച്ച് അവസാനം ഏപ്രിൽ ഈ ഒരു കാലഘട്ടത്തിലാണ് എഴുതേണ്ടത്. ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ച് ഞങ്ങളുടെ വെപ്രാളങ്ങളുടെ മൂർധന്യാവസ്ഥയാണ് ആ ഒരു കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ എല്ലാ തവണയും എഴുതി തുടങ്ങും, വായിക്കും, കുറിപ്പെടുക്കും, എഴുതി തുടങ്ങും. പൂർത്തിയാക്കാൻ എനിക്ക് സാധിക്കാറില്ല. കാരണം അത്രമേൽ തിരക്കിലായിരുന്നു. ഈ പ്രാവശ്യമാണ് തിരക്കിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥ. അമ്മ അത്രമേൽ കിടപ്പിലായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ മാർച്ചിൽ കുറിപ്പൊക്കെ എടുത്തു, പകുതി എഴുതി, പിന്നെ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചൊരു കാര്യം
പിന്നെയും ഇതങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ, 3-4 വർഷമായില്ലേ ഈ പണി തുടങ്ങിയിട്ട് എന്ന് വിചാരിച്ച് എഴുതി തീർത്തതാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റ് മഹാകവിയുടെ ചിത്രമാലേഖനം ചെയ്ത വൈലോപ്പിള്ളി സ്മാരക സമിതിയുടെ ഈ എംബ്ലമൊക്കെയുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റ് അത്രമേൽ വിലയേറിയതാണ്, വിലപ്പെട്ടത് തന്നെയാണ്. വലിയ അഭിമാനത്തോടു കൂടി, ഏറ്റവും വിനയത്തോടു കൂടി അത് ഏറ്റുവാങ്ങുകയാണ്. വൈലോപ്പിള്ളിയുടെ കവിതകളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അറിഞ്ഞപ്പോഴാണ് മറ്റുള്ള സാഹിത്യകാരന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അധികാരഘടനയെ നോക്കിക്കണ്ടിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം എന്നുള്ളൊരു തിരിച്ചറിവ് എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രബന്ധത്തിന് ഞാൻ നൽകിയ ഒരു ശീർഷകം എന്ന് പറയുന്നത് വ്യക്തി, സമൂഹം, അധികാരം വൈലോപ്പിള്ളി കവിതയിൽ നിന്നാണ്. അതായത് അധികാര ഘടനയോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സമൂഹത്തെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വായന സാധ്യമല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു വസ്തുത. വൈലോപ്പിള്ളിയെ തീർച്ചയായും നമ്മൾ അനുസ്മരിക്കേണ്ടത് ഇതുപോലുള്ള ഒരു വേനൽ സായാഹ്നത്തിലോ വേനൽ പകലിലോ ആണ് എന്ന കാര്യത്തിൽ ആ കവിത വായിച്ചിട്ടുള്ള, ആ കവിതയിൽ മുഴുകിയിട്ടുള്ള ആർക്കും സംശയമുണ്ടാവില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, തുങ്കമാം വേനൽ ചൂടാൽ തൈമാവിൻ മരതകിങ്ങിണി സൗഗന്ധിക സ്വർണമായിടും മുൻപേ. എല്ലാവർക്കും സുപരിചിതമായി തീർന്നിട്ടുള്ള മാമ്പഴത്തിലെ ഇരടിയാണ്. എന്തുകൊണ്ടായിരിക്കാം തുങ്കമാം മീനച്ചൂട് പോലെ, തുങ്കം പോലെ വൈലോപ്പിള്ളി കവിതയിൽ അപൂർവമായ, ആശാൻ കവിതയിൽ സുലഭമായ ഒരു വിശേഷണ പദമാണല്ലോ തുങ്കം, അല്ലേ? വീണപൂലെ ആദ്യ ശ്ലോകത്തിൽ തന്നെ തുങ്ക പദമുണ്ട്. ആശാനിൽ ആവർത്തിക്കുന്ന ഒരു വിശേഷണ പദവുമാണ് തുങ്കം. പക്ഷെ വൈലോപ്പിള്ളിയിൽ അത് അത്ര സുലഭമല്ല. അത്തരമൊരു വിശേഷണം കൊണ്ട് വേനലിനെ മലയാള കവിതയിൽ ചിരസ്ഥായിയായി മുദ്രണം ചെയ്ത കവിയാണ് വൈലോപ്പിള്ളി. ഈ തുങ്കം വൈലോപ്പിള്ളി കവിതയിൽ മറ്റൊരിടത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് കടൽക്കാക്കകളിലാണ്. തുറമുഖവാതിൽ കടന്നു വരുന്നു തുങ്കാകാര കപ്പലുകൾ എന്നിങ്ങനെ ആധുനികതയുടെ ഒരാഗോള സംസ്കൃതിയുടെ, ആഗോള സാഹോദര്യത്തിൻ്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ കപ്പലുകൾക്കുള്ള വിശേഷണമായി ഒരു തുറമുഖ കാഴ്ചയായി അകലെ നിന്ന് വരുന്ന കപ്പലുകളെ കാണുന്ന അവസരത്തിൽ തുങ്കാകാര കപ്പലുകൾ എന്നും പറയുന്നുണ്ട് വൈലോപ്പിള്ളി. അല്ലാതെ വൈലോപ്പിള്ളി കവിതയിൽ മറ്റ് ഒരിടത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇത്തരം ഒരു വിശേഷണ പദം. അത്തരത്തിൽ വേനലിൻ്റെ, അല്ലേ, മലനാട്ടു വേനലിൻ്റെ അവദാനം പാടുവാൻ നിയുക്തനായ ഒരു പക്ഷിയാണ്, വേനലിൻ്റെ പക്ഷിയാണ് താൻ എന്ന് വിഷുക്കണി എന്ന പ്രസിദ്ധമായ കവിതയിൽ പറഞ്ഞിട്ടുള്ള കവിയുമാണ് വൈലോപ്പിള്ളി. ആ കവിതയുടെ തുടക്കത്തിലാണ് ഒരുപക്ഷെ വേനലിനെ കുറച്ചുകൂടി അതിൻ്റെ സമഗ്രതയിലും സങ്കീർണതയിലും അതിൻ്റെ പ്രതീകാത്മക ഭംഗിയിലും ആവിഷ്കരിക്കുന്ന ഒരു ഈരടിയുള്ളത്. ചൂളയിൽ നിന്നെന്ന പോൽ അടിക്കും പൊട്ടിക്കാറ്റിൽ നീറി വേർതിമ താണ് കാണുകയാവാം ഭദ്രേ. ഈ ഭദ്രേ എന്നുള്ള വിശേഷണം വൈലോപ്പിള്ളി കവിതയിൽ അപൂർവമാണ്. ജിയുടെ കവിതയിലാണ് നമ്മൾ ഈ ഭദ്രയെ കാണുക. ജിയുടെ ഭാര്യയുടെ പേരും ഭദ്ര, സുഭദ്ര എന്നായിരുന്നു എന്ന് നമുക്കറിയാം. നീറിവേർ തിമതാണ് കാണുകയാവാം ഭദ്രേ നീ പകൽ കിനാവ് പൂഞ്ചോലകൾ വനങ്ങളും. ഇതിലൊരു പക്ഷേ വൈലോപ്പിള്ളി കവിതയുടെ ഒരു സൗന്ദര്യ തന്ത്രവും ഈ വരികളിൽ സൂചിതമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. പ്രാതികൂല്യങ്ങളിൽ നിന്നുകൊണ്ട് കൂടുതൽ ശുഭകരമായ, കൂടുതൽ സാന്ത്വനപ്രദമായ ഒരവസ്ഥയെ സ്വപ്നം കാണുക. വേനലിലിരുന്നു കൊണ്ട് പൂഞ്ചോലകളെയും വനങ്ങളെയും സ്വപ്നം കാണുക. ഒരു പകൽക്കിനാവ് പോലെ നീറി വേർതിമ താണ് ചൂളയിൽ നിന്ന് എന്ന പോലെ അടിക്കും പൊട്ടിക്കാറ്റിലിരുന്നു കൊണ്ട് പൂഞ്ചോലകളെയും വനങ്ങളെയും കുളിർത്ത ഇടങ്ങളെയും പച്ചപിടിച്ച കാടുകളെയും സ്വപ്നം കാണുന്നത് പോലെ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന, നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന അവസ്ഥയുടെ പ്രാതികൂല്യങ്ങളിൽ നിന്നുകൊണ്ട് കൂടുതൽ സാന്ത്വനപ്രദമായ, കൂടുതൽ ആശ്വാസകരമായ, കൂടുതൽ അഭികാമ്യമായ മറ്റൊരവസ്ഥയെ, മറ്റൊരു കാലത്തെ, മറ്റൊരു വ്യവസ്ഥിതിയെ സ്വപ്നം കാണുക എന്നത് വൈലോപ്പിള്ളി കവിതയുടെ ഒരു രീതിയായിരുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇവിടെ KV രാമകൃഷ്ണൻ മാഷ് വൈലോപ്പിള്ളിയുമായിട്ടുണ്ടായ ചില നേർ അനുഭവങ്ങളെപ്പറ്റി സംസാരിച്ചു. ഇത്തരത്തിൽ വൈലോപ്പിള്ളി ഒരിക്കലും നേരിൽ, അകലെ നിന്ന് പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം മഹാകവി അന്തരിക്കുമ്പോൾ 1985
മഹാകവി അന്തരിക്കുമ്പോൾ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന 10 11 വയസ്സോ ഉള്ള ഒരു കുട്ടിയാണ് ഞാൻ. അപ്പോഴേക്കും ആ മാമ്പഴക്കാലം തീർന്നിരുന്നു. ഞാൻ എൻ്റെ കവിതാ വായനക്കാരനായി മാറുന്നതിന് മുൻപ് തന്നെ. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി ഞാൻ വായിച്ച, എൻ്റെ കയ്യിൽ വന്നു ചേർന്ന ഒരു കവിതാ പുസ്തകം വൈലോപ്പിള്ളിയുടെ കയ്പവല്ലരിയായിരുന്നു 14ാമത്തെ വയസ്സിൽ. അന്ന് പുസ്തക ലഭ്യത വളരെ കുറവായതുകൊണ്ട് കിട്ടുന്ന പുസ്തകങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വായിക്കുക, അത് തന്നെ വായിച്ചുകൊണ്ടിരിക്കുക, അതിൽ മുഴുകുക എന്നൊരു ഗതികേടിൻ്റെ ഭാഗമായല്ലേ. മറ്റു പുസ്തകങ്ങൾ കിട്ടാനില്ലേ. കിട്ടിയ പുസ്തകം എന്നെ വല്ലാതെ ആകർഷിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുന്നു. അതിനെയാണ് ഞാൻ ഗതികേട് എന്ന് വിശേഷിപ്പിച്ചത്, മറ്റ് ഒരർത്ഥത്തിൽ അല്ല. ഈ പുസ്തകം തന്നെ, കയ്പവല്ലരി തന്നെ ആവർത്തിച്ച് വായിച്ചു വളർന്ന ഒരു കൗമാരാരംഭം എനിക്കുണ്ട്. ആ അർത്ഥത്തിൽ എൻ്റെ ആദ്യ കവികളിൽ ഒരാളാണ്. അതിനോടൊപ്പം വന്ന 2 കവികൾ കുമാരനാശാനും ജി ശങ്കരക്കുറുപ്പുമായിരുന്നു. അതിൽ തന്നെ വൈലോപ്പിള്ളിയുടെ കയ്പവല്ലരിയാണ് ആദ്യമായി എനിക്ക് കൈവന്ന പുസ്തകം. ഇപ്പോൾ തോന്നുന്നു കയ്പവല്ലരി ആയിരിക്കാം വൈലോപ്പിള്ളിയുടെ ഏറ്റവും മികച്ച സമാഹാരങ്ങളിലൊന്ന് എന്ന്. കാരണം ആ സമാഹാരത്തിലാണ് എണ്ണം പറഞ്ഞ ചില വൈലോപ്പിള്ളി കവിതകൾ ഉൾപ്പെട്ടിരിക്കുന്നത്. കയ്പവല്ലരി എന്ന കവിത ഉൾപ്പെടെ, എണ്ണപ്പുഴുക്കൾ ഉൾപ്പെടെ, ഇങ്ങനെ ഏറ്റവും മികച്ച ചില വൈലോപ്പിള്ളി കവിതകളുടെ ഒരു സമാഹാരം കൂടിയാണ് കയ്പവല്ലരി. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും, നേരിൽ കണ്ടിട്ടില്ലെങ്കിലും, ഏറ്റവും പരിചയമുള്ള ഒരാളെപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു കവിയെപ്പറ്റി അക്കാലത്താണ്, അതിന് തൊട്ടു പിന്നാലെയാണ് വസന്തം മാഷ് ഇവിടെയുണ്ട്. വസന്തം മാഷ് അവതാരിക എഴുതിയ NBS പ്രസിദ്ധീകരിച്ച വൈലോപ്പിള്ളിയുടെ തിരഞ്ഞെടുത്ത കവിതകൾ വന്നു ചേരുന്നു. ഒരു പ്രീ ഡിഗ്രി കാലത്ത് ആയിരിക്കണം അത്. മാഷിൻ്റെ അവതാരിക, അതിലെ ചില നിരീക്ഷണങ്ങൾ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. 1001 രാത്രികൾ എന്ന കവിതയിലെ നാൾക്കുനാളാ കഥാസൂത്രം നൂറ്റവൾ പോകവേ, നഗ്നമാ ഖഡ്ഗധാരയും എന്നവസാനിക്കുന്ന വരി കഥ കേട്ടുറങ്ങുന്ന സുൽത്താനെ പറ്റിയാണ് പറയുന്നത്. അതിൽ നഗ്നമാ ഖഡ്ഗധാര എന്ന വരിയിലുള്ള സൂക്ഷ്മമായ ചില രതി വിജ്ഞങ്ങളെ പറ്റിയൊക്കെ മാഷ് എഴുതിയത് ഓർമ്മിക്കുന്നു. നഗ്നമായ ഉറയൂരി ഒരു ഖഡ്ഗം പോലെ കഥ കേട്ടുറങ്ങിയ സുൽത്താനെ പറ്റിയാണ് പറയുന്നത്. പിൽക്കാലത്ത് ഈ വായനയുടെ, വസന്തം മാഷ് എനിക്ക് കാട്ടിത്തന്ന, തെളിച്ചു തന്ന ആ വായനയുടെ വഴിയെ സഞ്ചരിച്ചതിനാലാകാം നാൾക്കുനാള കഥാസൂത്രം നൂറ്റവൾ പോകവേ, വൈലോപ്പിള്ളി കവിതയെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് മാഷ് ചൂണ്ടിക്കാട്ടിയത്. ആ ആദ്യത്തെ വരിയിൽ കഥാസൂത്രം എന്നതിൽ കഥ എന്ന ചരട് മാത്രമല്ല, കഥ എന്ന കൗശലവും, കഥ പറച്ചിൽ എന്ന കൗശലവും കവി വൈലോപ്പിള്ളി ആയതുകൊണ്ട് നിശ്ചയമായും സൂചിതമായിട്ടുണ്ട് എന്ന് കാണാതെ ആ വരിയിലൂടെ കടന്നു പോകാനാവില്ല നമുക്ക്. അത് കഥ പറച്ചിൽ എന്ന സൂത്രമായിരുന്നു, തന്ത്രമായിരുന്നു, കൗശലമായിരുന്നു, അതൊരു സൂത്രവുമായിരുന്നു. കഥ കൊണ്ട് നൂറ്റെടുത്ത ഒരു ചരടുമായിരുന്നു. 1001 രാത്രികൾ നീണ്ടു നിന്ന കഥ പറച്ചിലിൻ്റെ സൂത്രമായിരുന്നു അത്. എന്നിങ്ങനെ ഒരർത്ഥം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ ഒരർത്ഥം കൊണ്ട് വിരമിക്കുന്ന കവിയെയല്ല വൈലോപ്പിള്ളി. ഏറ്റവും അധികം പലിശ കിട്ടുന്ന ബാങ്കിൽ മാത്രം അർത്ഥനിക്ഷേപം നടത്താറുണ്ടായിരുന്ന ഒരു കവിയാണ് വൈലോപ്പിള്ളി. അത്തരത്തിലൊരു കവിയെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കേണ്ടത്. കഴിഞ്ഞ വർഷം ഈ പ്രഭാഷണം നിർവഹിച്ചത് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് എന്നിവിടെ സൂചിപ്പിച്ചു. അത്തരത്തിൽ സംസാരിക്കാനുള്ള അത്ര സമയമോ അത്തരത്തിലോ സംസാരിക്കാനുള്ള പ്രജ്ഞാബലമോ ധിഷണാബലമോ ഭാവുകത്വബലമോ ഭാഷാബലമോ ഉള്ള ഒരാളല്ല ഞാൻ. എങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട ഒരു കവിയെപ്പറ്റി നിങ്ങളോടൊപ്പം ഇതുപോലെ ഒരു വേനൽക്കാല സായാഹ്നത്തിൽ, വേനൽ പകലിൻ്റെ ഒടുവിൽ സംസാരിക്കുന്നതിൽ അനൽപമായ സന്തോഷവുമുണ്ട് എനിക്ക്. ഇവിടെ വിഷയത്തെപ്പറ്റി ഹരിദാസൻ മാഷ് സൂചിപ്പിക്കുകയുണ്ടായി. വടക്കൻ പാട്ടും വൈലോപ്പിള്ളി കവിതയും എന്ന വിഷയം പലരെയും അമ്പരപ്പിച്ചു എന്ന്. കാരണം അങ്ങനെ ഒരു ബന്ധം, അങ്ങനെ ഒരു തലം വൈലോപ്പിള്ളി കവിതയ്ക്കുണ്ട് എന്ന് നമ്മൾ അങ്ങനെ സാർവത്രികമായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അംശമല്ല. വൈലോപ്പിള്ളി കവിതയെ സംബന്ധിച്ച് ഉള്ള ചർച്ചകളിലും ആലോചനകളിലും പരക്കെ കടന്നു വരുന്ന ഒന്നല്ല വടക്കൻ പാട്ടും വൈലോപ്പിള്ളി കവിതയും എന്നത്. എന്തിന്, മലയാള സാഹിത്യത്തിലെ വടക്കൻ പാട്ടിൻ്റെ സാന്നിധ്യം അഥവാ സ്വാധീനം തന്നെ നമ്മൾ കാര്യമായൊന്നും ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ മലയാള കവിതയെ എക്കാലത്തും വ്യാപകമായി സ്വാധീനിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു പ്രാക്തന ചൈതന്യത്തിൻ്റെ പേരാണ് വടക്കൻ പാട്ട് എന്നത്. കേരളത്തിൻ്റെ ഉത്തര ദിക്കിൽ നിന്ന് കേരളമെമ്പാടും വ്യാപിച്ച് മലയാളിയുടെ ഭാവുകത്വത്തെ കാലാകാലങ്ങൾ നിർണയിച്ചു പോന്നിട്ടുള്ള ഒരു
സംസ്കാരത്തിൻ്റെ, ഒരു സൗന്ദര്യ സംസ്കാരത്തിൻ്റെ പേരാണ് വടക്കൻ പാട്ടുകൾ എന്നത്. നമുക്ക് അത്ഭുതം തോന്നും, കലൂരിൽ ജനിച്ച് തൃശ്ശൂരിൽ ജീവിച്ച വൈലോപ്പിള്ളി എങ്ങനെ വടക്കൻ പാട്ടുകൾ സ്വാധീനിച്ചു. കാരണം വടക്കൻ പാട്ടിൻ്റെ നാട്ടുകാരനോ കടത്തനാട്ടുകാരനോ അല്ല വൈലോപ്പിള്ളി എന്ന കവി. ഇതുപോലെ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു വസ്തുതയാണ് വൈലോപ്പിള്ളിയുടെ അയൽനാട്ടുകാരനായിരുന്ന ഇടപ്പള്ളി രാഘവൻപിള്ള. അദ്ദേഹത്തിൻ്റെ അന്തിമ കവിത എന്ന് പറയപ്പെടുന്ന മണിനാഥത്തിൽ കളരി മാറി ഞാൻ കച്ചകെട്ടാമിനി എന്നൊരു വരി കാണാം, അല്ലേ? വടക്കൻ പാട്ടിൻ്റെ സംസ്കാരത്തിൽ നിന്ന് വരുന്ന ഒരു കൽപ്പനയാണ്. അതും ഒരു കവി അത്യന്തം സത്യസന്ധമായി കുറിക്കുന്ന അവസാന കവിതയിൽ, അന്തിമ കവിതയിലാണ് പറയുന്ന ഞാൻ ജീവിതത്തിൻ്റെ കളരി മാറുന്നു, ജീവിതത്തിൻ്റെ കളരിയിൽ തോറ്റവനായി, ജീവിതായോധനത്തിൽ പരാജയം ഏറ്റുവാങ്ങിയവനായി ഞാനിതാ ഈ കളരി വിട്ടുപോകുന്നു, കളരി മാറി ഞാൻ കച്ചകെട്ടാമിനി. അങ്ങനെ ഇടപ്പള്ളിയെ പോലൊരു കവിയിൽ പോലും കാലാകാലങ്ങൾ പല കവികൾ, സച്ചിദാനന്ദൻ്റെ ഒരു കവിതയിൽ മഞ്ഞൾ എന്നാണ് ആ കവിതയുടെ പേര്, മഞ്ഞളിനെ പറ്റിയാണ് കവിത. പക്ഷേ കവിതയുടെ ആദ്യ വരിയിൽ തന്നെ ഉണ്ണിയാർച്ച കടന്നു വരുന്നു. മഞ്ഞൾ മണ്ണിനടിയിലെ ഉണ്ണിയാർച്ചയായിരുന്നു എന്നാണ് ആ മനോഹരമായ വരി. പണ്ട് മഞ്ഞൾ മണ്ണിനടിയിലെ ഉണ്ണിയാർച്ചയായിരുന്നു. നമുക്കറിയാവുന്ന പോലെ വടക്കൻ പാട്ടിൽ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ഉപമാനമാണ് മഞ്ഞൾ. ഇവിടെ മഞ്ഞൾ തന്നെ പ്രമേയമാകുന്ന കവിതയിൽ ഉണ്ണിയാർച്ചയെ മഞ്ഞളിൻ്റെ ഉപമാനമാക്കുന്നു ഒരു പുതിയ കവി, മാറിയ കാലത്തിൻ്റെ കവി. ഏതാണ്ട് ഇത്തരത്തിൽ ഇടശ്ശേരിയിൽ നമുക്ക് കാണാം. ആരോമൽ ചേകവർ അംഗം പിടിച്ചിട്ടു മരമുഴം നീങ്ങിയില പുൽച്ചേരി എന്നൊരു വരി കാണാം. എന്തിന്? കാവിലപ്പാട്ടിലൊക്കെ 7 വർഷം നോമ്പെടുത്തു ഞാനവനെ പെറ്റു, 7 വർഷം പാൽ കൊടുത്തൻ മാറവനെ പോറ്റി എന്നിങ്ങനെ 7ൻ്റെ ക്രമം. ഇതും വടക്കൻ പാട്ടിൽ ആവർത്തിച്ചു വരുന്ന ഒരു ക്രമമാണ്. 7ൻ്റെ ക്രമം. 7.5 കമ്പുള്ള വടിയെടുത്തേ എന്ന് പിൽക്കാലത്തൊരു കവി ആരോമൽ ചേകവരുടെ അംഗപ്പുറപ്പാടിനെ ഗാഠമായി ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ എഴുതിയിട്ടുമുണ്ട്. ആ കവിയെ നമുക്കറിയാം. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആദ്യകാല കവിതകളിൽ ശ്രദ്ധേയമായ യാത്രാമൊഴിയുടെ തുടക്കമാണ്. കണ്ണീരുകൊണ്ട് കുളി കഴിഞ്ഞേ വെണ്ണീറുകൊണ്ട് കുറി വരച്ചേ എന്നിങ്ങനെ ദുഃഖിതൻ്റെ, ഭ്രഷ്ടൻ്റെ, വീട് നഷ്ടപ്പെട്ടവൻ്റെ പുറപ്പാടാണ്, അംഗപ്പുറപ്പാടല്ല അത്, അല്ലേ? ദുഃഖിതനും പരാജിതനുമായ ഒരാൾ വീട് വിട്ടിറങ്ങുന്നതിൻ്റെ, ഒരു ചെറുപ്പക്കാരൻ വീട് വിട്ടിറങ്ങുന്നതിൻ്റെ ചിത്രം, അതിനെ ആരോമൽ ചേകവരുടെ അംഗപ്പുറപ്പാടിൻ്റെ വളരെ മ്ലാനമായ ഒരു പാരഡി എന്ന് കേട്ടാൽ നമുക്കുടനെ അതിലൊരു ഫലിതം സൃഷ്ടിക്കുന്ന പാരഡി എന്ന് തോന്നലുണ്ടാവും. മറിച്ച് ഇവിടെ ഏറ്റവും മ്ലാനമായ ഒരു പാരഡി സൃഷ്ടിക്കുകയായിരുന്നു ഈ വരികൾ എഴുതിയപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന കവി. ഏതാണ്ട് അക്കാലത്ത് തന്നെ, അതിന് മുൻപ് തന്നെ എഴുതപ്പെട്ട യാത്രപ്പാട്ടിൽ ഡി വിനയേന്ദ്രൻ പറയുന്നുണ്ട്, പോകുന്നതെന്തിനെന്നറിയില്ലല്ലോ, പോകാതിരിക്കുവാൻ കഴിയില്ലല്ലോ. ഇതും ഒരുപക്ഷെ ചേകവരുടെ പുറപ്പാടിൻ്റെ ഓർമ്മയുണർത്തുന്ന, അല്ലെ? ഇത്തരം പുറപ്പാടുകൾ സംഭവിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ വടക്കൻ പാട്ടിലേക്ക്, അല്ലെ, ഒരു ദുരന്തത്തിലേക്ക്, ഒരു പോരാട്ടത്തിലേക്ക്, ഒരു പോർമുഖത്തേക്ക് ഒരു പോരാളി തനിച്ച് യാത്രയാകുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ വടക്കൻ പാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ വടക്കൻ പാട്ടിൻ്റെ മാറ്റൊലികൾ നമ്മൾ കേൾക്കുന്നു. എന്തിന്? VM ഗിരിജയുടെ ഒരു കവിതയിൽ പ്രണയമാണ് സന്ദർഭം. ഒരു സ്ത്രീ പുരുഷനോട് ചോദിക്കുകയാണ്, അംഗം കുറിക്കുന്നത് പോലെ അവൾ ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അല്ലേ? അംഗം കുറിക്കുന്നത് പോലെ അവൾ ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നൊരു ആദ്യകാല കവിതയിൽ VM ഗിരിജ എഴുതുന്നുണ്ട്. അൻവർ അലിയുടെ ഇത്തരത്തിലൊരു ആദ്യകാല കവിതയിൽ വാക്കെനിക്കംഗം കുറിക്കും ഉടവാൾ, നിനക്കെല്ലാം ഒളിക്കും വിലം എന്നൊരു ഈരടി കാണാം. വാക്കെനിക്ക് അംഗം കുറിക്കും ഉടവാൾ, നിനക്കെല്ലാം ഒളിക്കും വിലം എന്നിങ്ങനെ എല്ലാ കാലത്തും. ഞാനിപ്പോൾ ആധുനിക പൂർവ്വ കാലഘട്ടത്തിൽ ഇടശ്ശേരിയെപ്പോലെ ഇടപ്പള്ളിയെപ്പോലെ 2 കവികളെ പരാമർശിച്ചു. ആധുനിക കവി എന്ന നിലയിൽ സച്ചിദാനന്ദനെ പരാമർശിച്ചു. അതിനുശേഷം വന്ന കവികളെയും പരാമർശിച്ചു. ഇങ്ങനെ മലയാള കവിതയിൽ എല്ലായിടത്തും വിതയ്ക്കപ്പെട്ട ഒരു സൗന്ദര്യ ബീജത്തിൻ്റെ പേരാണ്, ഏത് സന്ദർഭത്തിലും മുളച്ചു പൊന്തിയേക്കാവുന്ന, ഇനിയും മുളച്ചു പൊന്താവുന്ന ഒരു സൗന്ദര്യ ബീജത്തിൻ്റെ പേരാണ് വടക്കൻ പാട്ട് എന്നത്. അടിയന്തരാവസ്ഥ കാലത്താണെന്ന് തോന്നുന്നു പുനലൂർ ബാലൻ എന്ന കവി, ഇന്ന് നമ്മൾ വിസ്മരിച്ചു തുടങ്ങിയ, വിസ്മരിക്കരുതാത്ത പുനലൂർ ബാലൻ എന്ന കവി വടക്കൻ പാട്ട് എന്ന പേരിൽ തന്നെ ഒരു കവിത എഴുതിയിട്ടുണ്ട്.
നിന്നെ വീണ്ടും ഓർക്കാൻ കാലമായി വടക്കൻ പാട്ടേ, ഒത്തിരി അങ്കവാളിൻ കിങ്കിലങ്ങൾ കിലുങ്ങും പാട്ടേ. നിന്നെ വീണ്ടും ഓർക്കാൻ കാലമായി വടക്കൻ പാട്ടേ എന്നിങ്ങനെ വളരെ താളാത്മകമായ ചടുലമായ പദ്യത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളൊരു കവിതയാണ്. ഇവിടെ ഒരു പ്രതിരോധത്തിൻ്റെ, ചെറുത്തുനിൽപ്പിൻ്റെ ആവശ്യകത, ചരിത്രപരമായ സാമൂഹികമായ ആവശ്യകത ഉണ്ടാകുന്നു. അവിടെയെല്ലാം വടക്കൻ പാട്ടിൻ്റെ രക്തം നമ്മുടെ കവികളെ ആവേശിക്കുന്നു, കവികളുടെ സിരകളിൽ ആർത്ത് ഉണരുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. വീരമാണ്, നമുക്കറിയാവുന്ന വീരവും ശൃംഗാരവും ഒരുപക്ഷെ വിഷാദവുമാണ് വടക്കൻ പാട്ടിൻ്റെ ആധാരശ്രുതി എന്ന് പറയുന്നത്. ചേകവർ കൊല്ലപ്പെടുന്നതോട് കൂടിയിട്ട് വീരം വിഷാദമായി മാറും. അതിൻ്റെ ഇടവേളകളിൽ ശൃംഗാരവും നമുക്കറിയാവുന്ന പോലെ. അങ്ങനെയാണല്ലോ മനോഹരമായ വരികൾ എഴുതപ്പെട്ടത്. കുന്നത്തു കൊന്നയും പൂത്ത പോലെ, ഇളമാവിൻ തയ്യ് തളിർത്ത പോലെ, കുന്നിക്കുരുവിൻ്റെ വർണ്ണം പോലെ, വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ എന്നിങ്ങനെ മലയാള കവിത കണ്ടിട്ടുള്ള, മലയാളി അനുഭവിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ, ഏറ്റവും മനോജ്ഞമായ ആ ഉപമാന പരമ്പര സ്ത്രീ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വടക്കൻ പാട്ടിൻ്റെ അജ്ഞാത കവി കണ്ടെത്തിയത്. ഇത്തരത്തിൽ വീരം എപ്പോഴെല്ലാം കവിതയിൽ, മലയാള കവിതയിൽ പ്രമേയമാകുന്നുണ്ടോ അപ്പോഴെല്ലാം വടക്കൻ പാട്ടിൻ്റെ ഒരു പൈതൃക നിധി കണ്ടെത്തുന്ന ഒരു രീതി മലയാള കവികൾക്കുണ്ടായിരുന്നു. അത് വൈലോപ്പിള്ളി എന്ന കവിയുടെ കാര്യത്തിലാകുമ്പോൾ വളരെയേറെ ഗാഠമായിരുന്നു, നിരന്തരമായിരുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു വിഷയം ഇന്ന് വൈലോപ്പിള്ളി അനുസ്മരണ പ്രഭാഷണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വടക്കൻ പാട്ടും വൈലോപ്പിള്ളി കവിതയും. ഇത് നമുക്ക് പലതരത്തിൽ വിശദീകരിക്കാം. വൈലോപ്പിള്ളിയുടെ എൻ്റെ കവിത എന്ന വില്ല പിടിച്ച ലേഖനം വായിച്ചിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഖണ്ഡിക വൈലോപ്പിള്ളി തുടങ്ങി വയ്ക്കുന്നത് ഇങ്ങനെയാണ്: കവിതയിൽ എൻ്റെ മുലപ്പാൽ ഊട്ടിയത് വടക്കൻ പാട്ടാണ്. തനിക്ക് 4 or 5 വയസ്സുള്ളപ്പോൾ മഴക്കാല രാത്രികൾ വടക്കൻ പാട്ട് പാടിത്തന്നുറക്കിയ ഒരു മുത്തശ്ശിയെയും ഓർമ്മിക്കുന്നുണ്ട് വൈലോപ്പിള്ളി ആ ഗദ്യ ഖണ്ഡത്തിൽ. തുടർന്ന് പറയുന്നുണ്ട്, ആ പാട്ടിൻ്റെ ചുണയും ചന്തവുമുള്ള ഈണം എന്നെ വശീകരിച്ചു. 2 വിശേഷണങ്ങളാണ്. വൈലോപ്പിള്ളി ആവുമ്പോൾ ഗദ്യവും വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കുന്ന ഒരു കവിയാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. ചുണയും ചന്തവും. ഇവിടെ ഈ സദസ്സിൻ്റെ പിൻനിരയിൽ CA ജോസഫ് എന്ന കവിയുടെ മകൻ ഇരിപ്പുണ്ട്. CA ജോസഫ് എന്ന വൈലോപ്പിള്ളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൃശ്ശൂർക്കാരനായ ആ കവിക്ക് എഴുതിയ ഒരു അവതാരികയിൽ 10 പേജ് വരുന്ന അവതാരികയാണ്. വൈലോപ്പിള്ളി, ലുബ്ധനായ വൈലോപ്പിള്ളി, കവിതയിൽ, ഭാഷയിൽ ലുബ്ധനായ വൈലോപ്പിള്ളി 10 പേജ് വരുന്ന ഒരു അവതാരിക എഴുതുക എന്നുള്ളത് ഒരു അപൂർവതയാണ്. ആ 10 പേജിൻ്റെ വലിപ്പം കണ്ടിട്ട് തന്നെയാണ് അവതാരിക ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം ഒരു വായനക്കാരൻ എന്ന നിലയിൽ വായിച്ചു നോക്കിയത്. ഇപ്പോൾ സാഹിത്യ അക്കാദമി CA ജോസഫിൻ്റെ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് കാലങ്ങൾക്ക് ശേഷം. ആ അവതാരികയിൽ ഈ കവിയെ, ഈ സുഹൃത്ത് കവിയെ, വൈലോപ്പിള്ളിക്ക് ആദരവുണ്ടായിരുന്ന, നല്ല മതിപ്പുണ്ടായിരുന്ന ഈ കവിയെ വൈലോപ്പിള്ളി വിശേഷിപ്പിക്കുന്നത് നല്ല ചന്തവും ചിട്ടയുമുള്ള നേഴ്സുമാരെ പോലെയാണ് CA ജോസഫിൻ്റെ കവിത എന്നാണ്. അപൂർവമായൊരു വിശേഷണമാണ്. നേഴ്സിനെ പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ കവിത. നന്നായി ചികിത്സിക്കും, നന്നായി പരിചരിക്കും, ആതുര ശുശ്രൂഷ നിരതയായ ഒരുവളെ പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ കവിത. 2 വിശേഷണങ്ങളാണ്: നല്ല ചന്തവും ചിട്ടയുമുള്ള നേഴ്സ്. കവിതയുടെ ഒരു ഗുണമെന്ന നിലയ്ക്കാണ് പറയുക, ചിട്ടയുള്ള നേഴ്സ്, ചന്തമുള്ള നേഴ്സ്. ഏതാണ്ട് അതിനെ അനുസ്മരിപ്പിക്കും വിധമാണ് ഈ ആത്മകഥാപരമെന്ന് പറയാവുന്ന ലേഖനത്തിൽ വൈലോപ്പിള്ളി പറയുക, വടക്കൻ പാട്ടിൻ്റെ ചന്തവും ചുണയുമുള്ള ഈണം. ചന്തമുണ്ട്, ചുണയുമുണ്ട്. ഇതിലേതായിരിക്കാം, ഒരുപക്ഷെ രണ്ടുമായിരിക്കാം വൈലോപ്പിള്ളിയെ വടക്കൻ പാട്ടിലേക്ക് വശീകരിച്ചിട്ടുണ്ടാവുക. ചന്തവും ചുണയും. ഈ ചുണ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ വീരത്തിൻ്റെ ഒരു മലയാള പേരാണ് ചുണ, അല്ലേ? വീരരസത്തിൻ്റെ ഒരു മലയാള പേര് തന്നെയാണ് ചുണ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ജീവിതോത്സാഹത്തിൻ്റെ കവി എന്നൊക്കെയാണ് നമ്മൾ വൈലോപ്പിള്ളിയെ വിശേഷിപ്പിച്ച് പോന്നിട്ടില്ല. എക്കാലം ആദ്യകാലം മുതൽ വൈലോപ്പിള്ളി തന്നെയും അത് എഴുതിയിട്ടുണ്ട്. സാവിത്രി എന്ന കവിതയിൽ എല്ലാവരും എന്നെ ഈ നിരാശനായ, ഏകാഗിയായ, ആത്മഹത്യാ ചിന്തകളുമായി നടന്ന എന്നെ ജീവിതോത്സാഹത്തിൻ്റെ കവി എന്നൊക്കെ എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നു അക്കാലത്ത്, യൗവനകാലത്ത് അഥവാ കൗമാരത്തിനും യൗവനത്തിനും ഇടയിലുള്ള ആ അന്തരാള ഋതുവിലെന്ന് വൈലോപ്പിള്ളി തന്നെ സാവിത്രിയിൽ പറയുന്നുണ്ട്. എന്നെയാണല്ലോ, ഈ ദുഃഖിതനായ എന്നെയാണല്ലോ, ഈ ഏകാഗിയായ എന്നെയാണല്ലോ എല്ലാവരും ജീവിതോത്സാഹത്തിൻ്റെ കവി. അവിടെ അതിനടുത്ത വരികൾ വൈലോപ്പിള്ളി സൂചിപ്പിക്കുന്നുണ്ട്. കന്നിക്കൊയ്ത്തിനെ പറ്റിയാണ് പറയുന്നത്.
ഞാൻ പടയാളികളായ ദമ്പതിമാരെ പറ്റി എഴുതി, ഒരു കന്യകയുടെ ത്യാഗത്തെപ്പറ്റി എഴുതി, ഒരു മാതംഗത്തിൻ്റെ, ഒരു ആനയുടെ ദുരന്തത്തെപ്പറ്റി, സഹ്യൻ്റെ മകൻ എഴുതി. ഇതെല്ലാം വായിച്ച ആളുകൾ എന്നെ ജീവിതോത്സാഹത്തിൻ്റെ കവി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ എനിക്ക് മാത്രമല്ലേ അറിയൂ ഞാൻ ആത്മഹത്യയെപ്പറ്റിയാണ് അക്കാലം ചിന്തിച്ചിരുന്നത് എന്ന്. ഇത്തരത്തിൽ ചുണയുടെ വീരരസത്തിൻ്റെ കവി എന്നത് മാത്രമല്ല വൈലോപ്പിള്ളി കവിത എന്നതും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു സന്ദർഭമാണിത്, അല്ലേ? നമ്മളെല്ലായ്പ്പോഴും ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്നതുപോലുള്ള വരികൾ ഉദ്ധരിക്കുകയും, അല്ലെങ്കിൽ ഉയിരിൻ കൊലക്കുടുക്കാക്കും ആക്കാവും ഊഞ്ഞാല് കയറിനെ ഉഴിഞ്ഞാലാക്കാനായാൽ അതല്ലേ നേട്ടം ജയം എന്നിങ്ങനെയുള്ള വരികൾ ഉദ്ധരിക്കുകയും, കൊലക്കുടുക്കിനെ കൊലക്കുരുക്കിനെ കൊലക്കയറിനെ ഊഞ്ഞാലാക്കി മാറ്റിയ കവിയാണ്. മൃത്യുവിന് മേലെ ജീവിതത്തിൻ്റെ കൊടിപ്പടം പാറിച്ച കവിയാണ്. ജീർണത ചേറ്റിൽ താഴുന്നു, പുഴ പൂർണ്ണത നോക്കി പായുന്നു എന്നതുപോലെ ചേറ്റുപുഴ എന്ന കവിതയിൽ എഴുതിയ ജീർണതയെ ചേറ്റിൽ താഴ്ത്തിക്കൊണ്ട് പൂർണ്ണതയെ പുൽകിയ കവിയാണ് വൈലോപ്പിള്ളി എന്നിങ്ങനെ അദ്ദേഹത്തെ പ്രശംസിക്കുമ്പോൾ നമ്മൾ വിസ്മരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. അവസാനകാല കവിതയാണ്, അന്തി ചായുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവസാനകാല കവിതയാണ്. ആ വരിയിലാണ് മലയാള കവിതയിലെ ഏറ്റവും വിഷാദഭരിതമായ വരികളിൽ ചിലത് എഴുതപ്പെട്ടിരിക്കുന്നത്. അന്തി ചായുമ്പോൾ പക്ഷികൾ ചേക്കേറുമാ പച്ചകൾ ഇരുട്ടിനാൽ ചർച്ചിതമാകുന്നേരം, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. പച്ചകൾ ഇരുട്ടിനാൽ ചർച്ചിതമാകുന്നേരം, അല്ലേ? എല്ലാ പച്ചകളെയും മായ്ച്ചുകൊണ്ട് ഇരുട്ടിൻ്റെ ഇരുട്ട് പരക്കുന്ന ഒരു മ്ലാന മുഹൂർത്തത്തെ പറ്റിയാണ് വൈലോപ്പിള്ളി പറയുക. പച്ചകൾ ഇരുട്ടിനാൽ ചർച്ചിതമാകുന്നേരം. ഇത്തരം ഒരു പ്രയോഗം എൻ്റെ പരിമിതമായ വായനയിൽ ഞാൻ കണ്ടിട്ടുള്ളത് ജോൺ കീറ്റ്സിൻ്റെ ഓട്ട് ടു എ നൈറ്റിംഗേൽ എന്ന കവിതയിൽ മാത്രമാണ്. വെർഡുറസ് ഗ്ലൂം എന്നൊരു പ്രയോഗമുണ്ട് കീറ്റ്സിൻ്റെ. വെർഡുറസ് ഗ്ലൂം, ഫ്രഞ്ചിൽ വെർഡ്യുർ എന്ന് പറഞ്ഞാൽ പച്ചയാണ്, ഗ്ലൂം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെ ഡാർക്ക്നെസ്സിൻ്റെ, ഇരുട്ടിൻ്റെ പര്യായമാണ്. പച്ചകളെ ഗ്രസിക്കുന്ന ഇരുട്ടിനെ പറ്റിയാണ് പറയുക. വെർഡുറസ് ഗ്ലൂം, ഇരുട്ട് മൂടിയ, ഇരുട്ടിനാൽ ഗ്രസിക്കപ്പെട്ട പച്ചകൾ. ഏതാണ്ട് അതിനെ നല്ല ഇംഗ്ലീഷ് കവിതയുടെ, കാൽപ്പനിക കവിതയുടെ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു, വായനക്കാരനായിരുന്നു എക്കാലവും വൈലോപ്പിള്ളി എന്ന് നമുക്ക് അറിയാം. ബ്ലസ് ഡാംസൽ പോലുള്ള ഡാൻഡെ ഗബ്രിയേൽ റോസറ്റിയുടെ കവിതയും ഷെല്ലിയുടെ ടു എ സ്കൈലാർക്ക് എന്ന കവിതയും ഏറ്റവും മനോഹരമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ കവിയുമാണ് വൈലോപ്പിള്ളി. വളരെ കുറച്ചേ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളൂ, അത് പക്ഷേ ഇത്തരം കവിതകളാണ്. പ്രത്യേകിച്ച് ഷെല്ലിയുടെ ടു എ സ്കൈലാർക്ക് പോലുള്ള കവിത, അതിൻ്റെ തുടക്കം പോലെ, ഞാൻ വഴിവിട്ട് പോവുമല്ല, വിഷയത്തിൽ തന്നെ നിന്നുകൊണ്ട് പറയട്ടെ. കാലേ ഗണിക്കാതെ ചാലേ ഗളിക്കുമ ഗാനപൂരം. എന്തു മനോഹരമായിട്ടാണ് അൺപ്രീമെഡിറ്റേറ്റഡ് സ്ട്രെയിൻസ്, പ്രൊഫ്യൂസ് സ്ട്രെയിൻസ് ഓഫ് അൺപ്രീമെഡിറ്റേറ്റഡ് ആർട്ട് എന്നൊക്കെ ഷെല്ലി കൃത്യമായി കണിശമായി പറയുന്നതിന് അത്ര തന്നെ കണിശമായി വൈലോപ്പിള്ളി മലയാളത്തിൽ പകരുന്നു. കാലേ ഗണിക്കാതെ, അൺപ്രീമെഡിറ്റേറ്റഡ്, ചാലേ ഗളിക്കുമ ഗാനം, പ്രൊഫ്യൂസ് സ്ട്രെയിൻസ്, പ്രൊഫ്യൂസ്, ആ പ്രൊഫ്യൂഷനെ പറ്റിയാണ് പറയുന്നത്. ചാലേ ഗളിക്കും, ഗളിക്കുക, നിർഗളിക്കുന്ന, ഒഴുകുന്ന. കാലേ ഗണിക്കാതെ ചാലേ ഗളിക്കുമ ഗാനപൂരം. അതിലേക്കൊന്നും നമുക്ക് പോകണ്ട. അങ്ങനെ ഏറ്റവും നിരാശാഭരിതമെന്ന് പറയാവുന്ന വരികൾ: പച്ചകൾ ഇരുട്ടിനാൽ ചർച്ചിതമാകുന്നേരം പക്ഷികൾ ചേക്കേറുമ സവിഷാദമാം രംഗം, ഇരുളിൻ തെളി പോലൻ ചേതന പണ്ടേ മോന്തി ഇരിപ്പു, പുലരാത്തോരല്ലി ഞാൻ അലിഞ്ഞെങ്കിൽ. ഇതിനേക്കാൾ വിഷാദഭരിതമായ, നിരാശാപൂർണമായ ഈരടികൾ സങ്കല്പിക്കാനാവില്ല. നമ്മൾ വളരെ അപൂർവം, ഒരുപക്ഷെ എടപ്പള്ളി രാഘവൻ പിള്ളയുടെ കവിതയിലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും മലയാള കവിതയിൽ. പുലരാത്തോരല്ലിൽ ഞാൻ അലിഞ്ഞെങ്കിൽ, ഇരുളിൻ തെളി പോലൻ ചേതന പണ്ടേ മോന്തിയിരിപ്പു. ഇരുളിൻ തെളി എന്നതുപോലൊരു പ്രയോഗം നമ്മളൊരു പക്ഷേ ആധുനിക കവിതയിൽ പോലും കാണില്ല. ഇരുളിൻ തെളി പോലൻ ചേതന പണ്ടേ മോന്തിയിരിപ്പു, പുലരാത്തോരല്ലിൽ ഞാൻ അലിഞ്ഞെങ്കിൽ. വലിയ മരണകാമനയുടെ വരികളാണ്. ഇങ്ങനെ എഴുതിയ വൈലോപ്പിള്ളി അവസാന കാലത്തെ വൈലോപ്പിള്ളിയാണ് എന്നാണെങ്കിൽ മൂന്നാമത്തെയോ സമാഹാരത്തിലാണ് ഇതുപോലെ എന്നൊരു കവിത നമ്മൾ വായിക്കുന്നത്. പുസ്തകം വായിച്ചു കൊണ്ട് പൂന്തോട്ടത്തിലിരിക്കുകയാണ് കവി. അപ്പോൾ ഒരു
വെളുത്ത മനോഹരമായ പൂവിൻ്റെ ഉള്ളിലൊരു തേനീച്ച മരിച്ചിരിക്കുന്നു. ഇതുപോലൊരു പുസ്തകം വായിച്ചിരിക്കുമ്പോൾ എനിക്കും മരിക്കണം. മൃത്യുവിൻ്റെ വലിയേട്ടനായ, നിദ്രയുടെ വലിയേട്ടനായ മൃത്യു വന്നെൻ്റെ കണ്ണു പൊത്തിയാൽ ഞാനും തൃപ്തനായി. നല്ലൊരു പുസ്തകം, ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കെ, തേനീച്ച തേൻ നുകർന്നുകൊണ്ടിരിക്കെ എന്നതുപോലെ പ്രിയപ്പെട്ട പുസ്തകത്തിൽ മുഴുകിയിരിക്കെ നിദ്രതൻ വലിയേട്ടനായ മൃത്യുവന്നൻ കണ്ണുപൊത്തിയാൽ മതി, ഇതുപോലെ എനിക്കും മരിക്കണം. അല്ലെ? ആ കവിതയിൽ അത് വായിച്ചിട്ടുള്ളവർക്കറിയാം, മിക്കവാറും ആളുകൾ ഹൃദയം മുമ്പേ നിലച്ചതിന് ശേഷമാണ് ഒരു നാൾ സാങ്കേതികമായി മരിക്കുക എന്നാണ് വൈലോപ്പിള്ളി പറയുക. ഹൃദയം സ്വയം അന്തരിച്ചതിന് ശേഷം എന്നോ മരിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. ജീവിതം എന്നാൽ ആശകൾ ചത്തതിൻ ചാവടിയന്തരം ഉണ്ടു നടക്കൽ എന്നെല്ലാം എഴുതിയിട്ടുള്ള വലിയ നിരാശനും വലിയ വിഷാദിയും ജീവിതത്തിൻ്റെ ഇരുണ്ട വശം, ഇരുട്ടുകൾ എത്രയെന്ന് കണ്ടറിഞ്ഞ, ഇരുട്ടിൻ തെളി പോലെ ജീവിതത്തിൻ്റെ കലുഷതകളെ പാനം ചെയ്തിരുന്ന കവി കൂടിയാണ് വൈലോപ്പിള്ളി. ആ കവിയാണ് ഈ വീരത്തിൻ്റെ കവിയായി സ്വയം പരിവർത്തിപ്പിക്കുന്നത്. സ്വന്തം ഏകാന്തതകളിൽ നിന്ന്, സ്വന്തം കലുഷതകളിൽ നിന്ന്, സ്വന്തം തിക്തതകളിൽ നിന്ന് വളരെ പ്രസാദാത്മകമായ പ്രത്യാശയുടെ ഒരു ദർശനം വാറ്റിയെടുക്കുകയായിരുന്നു വൈലോപ്പിള്ളി. അതിന് അദ്ദേഹം അവലംബിച്ച ഉപാധികളിലൊന്ന് വടക്കൻ പാട്ടായിരുന്നു, അഥവാ വടക്കൻ പാട്ടുകളിൽ നിന്ന് ആർജിച്ച ഈ ജീവിതോത്സാഹത്തിൻ്റെ, അല്ലെ, ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിന് കൊടിപ്പടം എന്നതുപോലുള്ള ആ ജീവിതത്തിൻ്റെ കൊടിപ്പടം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ഈ വിഷാദ തിക്തതകളെ മറികടക്കാൻ വൈലോപ്പിള്ളിക്ക് സാധിച്ചതിൻ്റെ ആദിമ സ്രോതസ് ഒരുപക്ഷെ വടക്കൻ പാട്ടുകളായിരുന്നു. അഥവാ ഈ വടക്കൻ പാട്ടിൻ്റെ വീരരസപ്രധാനമായ വടക്കൻ പാട്ടുകളുടെ സംസ്കാരവും വൈലോപ്പിള്ളിയുടെ ജീവിത വീക്ഷണവും തമ്മിൽ ഏതോ ഒരു ബിന്ദുവിൽ വെച്ച് ഗാഠമായി സമന്വയിക്കപ്പെടുകയായിരുന്നു. അത്രമേൽ സ്വാഭാവികമായി വടക്കൻ പാട്ട് വൈലോപ്പിള്ളിയെ കണ്ടെത്തിയെന്നോ വൈലോപ്പിള്ളി വടക്കൻ പാട്ടുകളെ കണ്ടെത്തിയെന്നോ പറയാവുന്ന വിധത്തിൽ ഈ വീരരസപ്രധാനമായ പാട്ടുകൾ, മറ്റൊരു തരം വീരമാണല്ലോ വൈലോപ്പിള്ളി കവിതയുടെയും സത്ത. നമ്മൾ പറഞ്ഞതുപോലെ ചുണയുടെ പന്തങ്ങൾ പോലുള്ള കവിതകൾ എഴുതിയ കവിയാണല്ലോ. മറ്റൊന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഒരു വസ്തുത, നമ്മുടെ എല്ലാ വിപ്ലവ കവിതകളുടെയും, നമ്മൾ പടപ്പാട്ടുകൾ എന്ന് പറയുന്ന എല്ലാ കവിതകളുടെയും, എന്താണ് ഈ പടപ്പാട്ട്? പടപ്പാട്ടെന്ന് പറഞ്ഞാൽ മറ്റൊരു തരം പുതിയ കാലത്ത് എഴുതപ്പെട്ട വടക്കൻ പാട്ടുകളെയാണ് നമ്മൾ പടപ്പാട്ടുകളെന്ന് പറയുന്നത്. എല്ലാ സമരഗാനങ്ങളുടെയും, എല്ലാ പരിവർത്തന ഗാഥകളുടെയും, എല്ലാ വിപ്ലവ കവിതകളുടെയും മറ്റൊരു പേരാണ് ഒരുപക്ഷെ നമ്മൾ വടക്കൻ പാട്ടുകൾ എന്ന് പറഞ്ഞു വന്ന ആ പ്രാചീന ഗാനങ്ങൾ, അല്ലേ? വീരരസപ്രധാനമായ പാട്ടുകളെ, ഗാനങ്ങളെ, കവിതകളെ എക്കാലത്തും അതിൻ്റെ പിന്നിൽ നിന്ന് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ആദിമ ചൈതന്യത്തിൻ്റെ പേരാണ് വടക്കൻ പാട്ടുകളെന്നത്. പുതിയ കാലത്ത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൂടുതൽ വ്യക്തമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പി ഭാസ്കരൻ്റെ, അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷവുമാണല്ലോ ഇത്. വേണമെങ്കിൽ ഇതേ ഹോളിൽ ഇതുപോലെ ആഘോഷിക്കപ്പെടേണ്ട ഒന്നാണ്. ഇതുപോലല്ല, കുറച്ചുകൂടി ഗംഭീരമായിട്ട് വേണമെങ്കിൽ ആഘോഷിക്കപ്പെടേണ്ട ഒന്നാണ് പി ഭാസ്കരൻ എന്ന കവിയുടെ ഗാന രചയിതാവിൻ്റെ ജന്മശതാബ്ദി. അദ്ദേഹത്തിൻ്റെ ഉയരും വയലാർ ഗർജിക്കുന്നു എന്ന കവിത, അത് മറ്റൊരു പടപ്പാട്ടാണ്. അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ അന്തർധാരയായി വർത്തിക്കുന്നത് വീരരസം എന്ന വടക്കൻ പാട്ടുകളുടെ സ്ഥായീ ഭാവം തന്നെയാണ്. അതുകൊണ്ട് എല്ലാ വിപ്ലവ ഗാനങ്ങളും, എല്ലാ സമരഗാനങ്ങളും, എല്ലാ പരിവർത്തന ഗാനങ്ങളും വടക്കൻ പാട്ടിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൻ്റെ മാറ്റൊലിയാണെന്നോ അതിൻ്റെ അനുവർത്തനമാണെന്നോ അല്ല പറയുന്നത്. മറിച്ച് എല്ലാ സമരഗാനങ്ങളിലും, എല്ലാ വീരഗാനങ്ങളിലും വടക്കൻ പാട്ടിൻ്റെ സംസ്കാരം ഉയർക്കൊള്ളുന്നു എന്ന് മാത്രമാണ്. ആ അർത്ഥത്തിൽ വൈലോപ്പിള്ളിയുടെ ജീവിത ദർശനത്തിൻ്റെ അടിപ്പടവായിരുന്നത് ഈ വടക്കൻ പാട്ടിൻ്റെ സംസ്കാരമാണ്. അത് കണിശമായി ആ അർത്ഥത്തിൽ തന്നെയാവണം മഹാകവി എഴുതിയത്. എന്നെ കവിതയുടെ മുലപ്പാൽ ഊട്ടിയത് വടക്കൻ പാട്ടുകളാണ്. എന്നിട്ട് ഈ മുത്തശ്ശി പാടിക്കൊടുത്ത, ഈ ചുണയും ചന്തവുമുള്ള പാട്ടുകൾ പാടിക്കൊടുത്ത ആ മഴക്കാല രാത്രിയെപ്പറ്റി പറയുന്നു. ഇന്നും പാടവരമ്പിലൂടെ നടന്നു പോകുമ്പോൾ വടക്കൻ പാട്ട് പാടി കൊയ്യുകയോ ഞാറ് നടുകയോ ചെയ്യുന്ന സ്ത്രീകളുടെ പാട്ട് കേട്ട് ഞാൻ നിന്നു പോകാറുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം ഞാനിവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ചില പുരോഗമന കവികൾ ആ വടക്കൻ പാട്ടിൻ്റെ സംസ്കാരം, അതിൻ്റെ ചുണയും ചന്തവും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക്
അതിലെ ഭാഷാ ലാളിത്യം, ഭാഷാ ഭംഗിയെങ്കിലും എൻ്റെ കവിതയിൽ അല്പം പകരാൻ സാധിച്ചാൽ മതിയായിരുന്നു. അതിൽ നിന്ന് ഉൾക്കൊണ്ട ജീവിതബോധത്തെപ്പറ്റി വൈലോപ്പിള്ളി പ്രത്യേകിച്ചൊന്നും എടുത്തു പറയുന്നില്ല. ആ ഭാഷാ ലാളിത്യമെങ്കിലും, ആ ഭാഷാ ഭംഗിയെങ്കിലും എൻ്റെ കവിതയിൽ പുനഃസൃഷ്ടിക്കാൻ സാധിച്ചാൽ മതിയായിരുന്നു എനിക്ക് എന്ന് പറഞ്ഞിട്ടൊരു വരി ഉദ്ധരിക്കും. സ്വന്തം കവിതയിലെ ഒരു വരി ഉദ്ധരിക്കും. പുളിയില നേർക്കര മുണ്ടുമടക്കി പൂവ് നിറച്ചാൾ അമ്മാളു, പെണ്ണും പുലിയും എന്ന കവിതയിലെ വരികളാണ്. ഇതുപോലെ ലളിതമായി മനോഹരമായി വടക്കൻ പാട്ടിനെ അനുസ്മരിപ്പിക്കും വിധം എഴുതാൻ സാധിച്ചാൽ മതിയായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ കൊതി, എൻ്റെ ദുര, കവി എന്ന നിലയ്ക്കുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈലോപ്പിള്ളി വടക്കൻ പാട്ടിനോടുള്ള തൻ്റെ കടപ്പാടും കടവും രേഖപ്പെടുത്തുക എൻ്റെ കവിത എന്ന ലേഖനത്തിൽ. നമുക്ക് സമയം കുറവാണ്, അതുകൊണ്ട് നേരിട്ട് വടക്കൻ പാട്ട് വൈലോപ്പിള്ളി കവിതയിൽ കടന്നു വരുന്ന ചില സന്ദർഭങ്ങളെപ്പറ്റി മാത്രം വളരെ പെട്ടെന്ന് പറയാം. അതിലെ ആദ്യ സന്ദർഭം വൈലോപ്പിള്ളിയെ വൈലോപ്പിള്ളിയാക്കിയ ആത്മാരാമൻ്റെ ഗവേഷണത്തിൽ കന്നിക്കൊയ്ത്തിൻ്റെ ആദ്യ പ്രസാധനത്തിൽ അതിൽ ഉൾപ്പെടാതിരുന്ന കന്നിക്കൊയ്ത്ത് എന്ന കവിതയിൽ തന്നെ നമുക്ക് കാണാം, അല്ലേ? ആത്മാരാമനെ പോലെ ഒരാൾ ആണ് ആ കാര്യം പിൽക്കാലത്ത് വെളിപ്പെടുത്തുന്നത്. കന്നിക്കൊയ്ത്തിൽ ആദ്യം കന്നിക്കൊയ്ത്ത് എന്നൊരു കവിതയെ ഉൾപ്പെട്ടിരുന്നില്ല, അതൊരു സമാഹാരത്തിൻ്റെ പേര് മാത്രമായിരുന്നു എന്ന്. അതെന്തുമാകട്ടെ, ആ കവിതയിൽ നമുക്കറിയാം, ഉണ്ണിയാർച്ച പോൽ മിന്നിയ തന്വി എന്നിങ്ങനെ കൊയ്ത്തുപാടത്ത് വടക്കൻ പാട്ട് പാടിക്കൊണ്ട് കൊയ്തിരുന്ന ഒരുവളെ കാട്ടിത്തരുന്നുണ്ട് വൈലോപ്പിള്ളി. അവർക്ക് പിൽക്കാലത്ത് എന്ത് സംഭവിച്ചുവെന്നും ചുരുങ്ങിയ ഈരടികൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കതിര് കുനിഞ്ഞെടുക്കാൻ വയ്യാത്ത വിധം വൃദ്ധയും അവശയും രോഗിണിയുമായിരിക്കുന്നു ആ സ്ത്രീ. ഭ്രാന്ത് ബാധിച്ച് ചങ്ങലയോട് കിന്നാരം പുലമ്പി കഴിയേണ്ട വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നു ആ സ്ത്രീ. കാലം തുപ്പിയ തമ്പലം പോലായി, മൂന്നും കൂട്ടി മുറുക്കി കാലം തുപ്പിയ താമ്പലം പോലായിരിക്കുന്നു ആ സ്ത്രീ. പക്ഷെ ഒരു കാലം അവർ ഈ കൊയ്ത്തുപാടത്ത് ഉണ്ണിയാർച്ചയെപ്പോലെ മിന്നിയിരുന്നു. അവളുടെ പാട്ട് കേട്ട് തെങ്ങുകൾ ഉറുമിവാൾ ഉച്ചലിപ്പിച്ചിരുന്നു, പാടം തോൾമയർ കൊണ്ടിരുന്നു എന്നിങ്ങനെ ആ പാടത്തിൻ്റെ, കൊയ്ത്തുപാടത്തിൻ്റെ, കന്നിപ്പാടത്തിൻ്റെ കേന്ദ്രമായി ഉണ്ണിയാർച്ചയെപ്പോലെ വടക്കൻ പാട്ട് പാടി കൊയ്യുന്ന ഒരു പെൺകുട്ടിയെ, ഒരു യുവതിയെ, ഒരു ധീര യുവതിയെ സ്ഥാപിക്കുന്നുണ്ട് വൈലോപ്പിള്ളി. വൈലോപ്പിള്ളിയുടെ ജീവിതാദർശങ്ങളുടെ, ജീവിത സമീപനത്തിൻ്റെ കേന്ദ്രത്തിൽ എപ്പോഴും വടക്കൻ പാട്ടുമായി ബന്ധപ്പെട്ട ഒരു കഥാപാത്രമോ ഒരു സന്ദർഭമോ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പ്രഥമ ഉദാഹരണമാണ് ഇവിടെ നമ്മൾ കണ്ട കന്നിക്കൊയ്ത്തിലെ ഈ പെൺകുട്ടി. വൃദ്ധയായി മാറിയ, ഭ്രാന്തിയായി മാറിയ, ഒരു കാലത്ത് ഉണ്ണിയാർച്ചയെപ്പോലെ കൊയ്ത്തുപാടത്ത് മിന്നിയ തന്വി എന്ന് തന്നെയാണ് വൈലോപ്പിള്ളി പറയുക. കൊയ്ത്തുപാടത്ത് താരമായിരുന്നു ആ പെൺകുട്ടി, ആ യുവതി. പിൽക്കാലം ഭ്രാന്തിയായി മാറിയ, വൃദ്ധയും ഭ്രാന്തിയും ഏകാഗിയുമായി മാറിയ ആ സ്ത്രീ. പിന്നീട് നമ്മൾ അതേ സമാഹാരത്തിൽ പടയാളികൾ എന്ന അതിഗംഭീരമായ ആദ്യകാല വൈലോപ്പിള്ളി കവിതയിൽ പാലാട്ട് കോമൻ്റെ നിണപ്പുഴക്കേളികൾ പാടിക്കൊണ്ട് രാത്രിയിൽ പുഞ്ചയ്ക്ക് തേവുന്ന രണ്ട് വേട്ടുവ ദമ്പതിമാരെ കാണുന്നു, അല്ലേ? പാടുകയാണവർ പാലാട്ടുകോമൻ്റെ നീടുറ്റ വാളിൻ നിണപ്പുഴക്കേളികൾ എന്നാണ് വൈലോപ്പിള്ളി പറയുക. ഈ പഞ്ചമരത്രേ പെരും പടയാളികൾ. കവിതയുടെ ശീർഷകം ശ്രദ്ധിക്കുക, അവർ പാടുന്നു, പാലാട്ടുകോമനെ പറ്റി പാടുന്നു എന്നത് മാത്രമല്ല, ഇവരാണ് പെരും പടയാളികൾ. പ്രകൃതിയോട്, പ്രാതികൂല്യങ്ങളോട്. മഴ പെയ്യാത്ത ഒരു വേനൽക്കാലത്ത്, ഇതുപോലൊരു വേനൽക്കാലത്തായിരിക്കാം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പാടത്ത് പാടി തേകിക്കൊണ്ടിരുന്ന, രാത്രിയുടെ അവസാന യാമങ്ങളിൽ പാടി തികിക്കൊണ്ടിരുന്ന ആ വേട്ടുവ ദമ്പതിമാരെ പറ്റിയാണ് പറയുന്നത് പടയാളികൾ. ഈ പഞ്ചമരത്രേ പെരും പടയാളികൾ. പാടുകയാണവർ പാലാട്ടുകോമൻ്റെ നീടുറ്റ വാളിൻ നിണപ്പുഴക്കേളികൾ. അപ്പോൾ ഇവിടെ പാട്ടും പണിയും സമാന്തരമായി നീങ്ങുന്നു. അധ്വാനിക്കുന്ന മനുഷ്യർക്ക് അവരുടെ അധ്വാനഭാരം ലഘൂകരിക്കാനുള്ള ഒരു കലാപ്രവർത്തനമായി മാറുന്നു അവരുടെ പാട്ട്. അവർ പാടുന്ന മറ്റൊരു പാട്ടുമല്ലാതെ വടക്കൻ പാട്ടാണ്. പാലാട്ടുകോമൻ്റെ നീടുറ്റ വാളിൻ നിണപ്പുഴ കേളികളെ കുറിച്ചാണല്ലേ. യുദ്ധവും കേളിയുമാണല്ലേ ഒരേ സമയം. യുദ്ധം എന്ന് പറയുന്നൊരു കേളിയാണ്, അത് യുദ്ധവുമാണ്. നിണപ്പുഴ കേളികൾ എന്നാണ് പറയുക. രണോത്സവം എന്നാണല്ലോ പഴയൊരു സങ്കല്പം. യുദ്ധം ഒരേ സമയം ഉത്സവവുമാകുന്നു, യുദ്ധവും ആകുന്നു. ആ കവിതയ്ക്ക് ശേഷം നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ആദ്യം നമ്മൾ സൂചിപ്പിച്ച പ്രസിദ്ധമായ കവിതയാണല്ലോ ചെറ്റുപുഴ. കൊലപ്പാലമടുത്താൽ ചേട്ടനതൊന്നു പറഞ്ഞേക്കൂ,
കുട്ടിക്കാലത്ത് ഞാൻ ആദ്യം വായിച്ച കൈപ്പവല്ലരി എന്ന സമാഹാരത്തിലെ കവിതകളാണ്. അന്നേ ഹൃദയസ്ഥമായ വരികളാണ്. ചേറ്റുപുഴ കൊലപ്പാലമെടുത്താൽ ചേട്ടനതൊന്ന് പറഞ്ഞേക്കും. ഒരു വർഷം മുൻപ് വലിയ ബസ് അപകടവും വലിയ അനേകം മനുഷ്യരുടെ മരണത്തിനിടയാക്കിയ ഒരു ബസ് അപകടം നടന്ന പാലത്തിലൂടെ ഒരു വർഷത്തിന് ശേഷം ഒരു ഓണക്കാലത്താണെന്ന് തോന്നുന്നു ഒരു ബസ്സിൽ സഞ്ചരിക്കെ മറ്റൊരു ബസ്സിൽ സഞ്ചരിക്കെ ആ ദുരന്തത്തെ ഓർത്തുകൊണ്ട് വൈലോപ്പിള്ളി എഴുതിയ കവിതയാണ്. ഇതാണ് നമ്മൾ ആദ്യം ഉദ്ധരിച്ച വരികൾ. ജീർണത ചെറ്റിൽ താഴുന്നു, പുഴ പൂർണ്ണത നോക്കി പായുന്നു. ഈ കവിതയിൽ ഒരിടത്ത് വീണ്ടും വടക്കൻപാട്ട് കടന്നു വരുന്നുണ്ട് അല്ലേ? ജീർണതയെ ചേറ്റിലാഴ്ത്തിക്കൊണ്ട് പൂർണ്ണതയുടെ ഒരു പുഴ സങ്കല്പിക്കുന്ന, അല്ലെങ്കിൽ പൂർണ്ണതയുടെ ഒരു പുഴയായി മനുഷ്യജീവിതം എന്ന മഹാപ്രവാഹത്തെ ആരെല്ലാം മരിച്ചാലും കൊന്നാലും വെന്നാലും ചത്താലും തുടരുന്ന ഈ മഹാപ്രവാഹത്തെ വിവരിക്കുന്ന ഈ കവിതയിൽ ബസ്സിലിരിക്കുമ്പോൾ തൊട്ട് മുന്നിലിരിക്കുന്ന ഒരു സ്ത്രീയുടെ ധാരാളം മുടിയുള്ള ഒരു ചെറുപ്പക്കാരിയെ കണ്ടിട്ട് കാമന് കേളി വളർക്കാനോ ഒരു കോമന് കേറി ഒളിക്കാനോ ഇവൾക്ക് ഇത്രമാത്രം മുടിയെന്ന് ചോദിക്കുന്നുണ്ട്. കോമന് കേറി ഒളിക്കാനോ കാമന് കേളി വളർക്കാനോ. മഴക്കാലത്താണോ ഇവൾ ജനിച്ചത്? ഇവളുടെ പിറവി മുഹൂർത്തം ഏതോ മഴക്കാല രാത്രിയിലോ പകലിലോ ആയിരുന്നോ? ഇത്ര നീണ്ട സമൃദ്ധമായ തഴച്ച മുടി എന്ന് ചോദിച്ചിട്ടാണ് ചോദിക്കുക. ഇത് കാമന് കേളി വളർക്കാനോ ഒരു കോമന് കേറി ഒളിക്കാനോ. വടക്കൻ പാട്ടുമായി പരിചയമുള്ള ആളുകൾക്കറിയാം കോമൻ്റെ പാലാട്ട് കോമൻ്റെ കഥ അറിയാം. കോമൻ്റെ കാമുകി മുടിയിൽ ഒളിപ്പിച്ച കഥയും അറിയാം. ഇത്തരത്തിൽ വീരമാണ് ഈ കവിതയുടെയും ഭാവതലം, അടിസ്ഥാന ഭാവതലം എന്ന് പറയുന്ന വീരമാണ്. അവിടെയാണ് യാദൃച്ഛികമായിട്ടല്ല, മനഃപൂർവ്വമായി തന്നെയാണ് കോമൻ്റെ പാലാട്ട് കോമൻ്റെ ഈ കഥ ഓർമ്മിപ്പിക്കുന്ന ഈ പരാമർശം കടന്നു വരുന്നത്. ഇതൊന്നുമല്ല, വടക്കൻപാട്ട് എന്ന പേരിൽ തന്നെ ഒരു വൈലോപ്പിള്ളി കവിതയുണ്ട്. എനിക്ക് എക്കാലവും ഏറ്റവും പ്രിയപ്പെട്ട വൈലോപ്പിള്ളി കവിതകളിൽ ഒന്നാണ്. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയ വടക്കൻപാട്ടും വൈലോപ്പിള്ളി കവിതയും വൈലോപ്പിള്ളി കവിതയിലെ വീരവും എല്ലാം മാറ്റുരയ്ക്കുന്ന ഒരു അപൂർവ സുന്ദരമായ കവിത. ചൈന ഇന്ത്യയെ ആക്രമിച്ച കാലത്ത് എഴുതപ്പെട്ട 1962 തോന്നുന്നു എഴുതപ്പെട്ട കവിതയാണ്. അക്കാലത്ത് വൈലോപ്പിള്ളി എഴുതിയ മറ്റൊരു കവിതയുണ്ട്, ഗോസംരക്ഷണം. ഇപ്പോൾ നമുക്ക് വായിച്ചാൽ കുറച്ച് മനപ്രയാസം തോന്നിക്കുന്ന ഒരു കവിതയാണ്. എന്തിനാണ് ദേശാഭിമാനം പ്രമേയമാകുന്ന ഇന്ത്യ ചൈന യുദ്ധകാലത്ത് എഴുതപ്പെട്ട, ഇന്ത്യയെ ആക്രമിച്ച ചൈനക്കാർക്കെതിരെ എഴുതപ്പെട്ട ഈ കവിതയിൽ ഈ പശുവിൻ്റെ സംരക്ഷണത്തിൻ്റെ, ഗോപൂജയുടെ, ഗോമാതാവിൻ്റെ ബിംബം വൈലോപ്പിള്ളി കൊണ്ടുവന്നത് എന്ന് ഒരുപക്ഷെ നമ്മൾ പരിതപിച്ചേക്കാൻ ഇടയുള്ളൊരു കവിതയാണ് ഗോസംരക്ഷണം. കാരണം ഇന്ത്യ ഒരു പശുവായി സങ്കല്പിച്ചുകൊണ്ട് ചൈനക്കാരെ ഈ പശുവിനെ ആക്രമിക്കുന്ന നീചരായി സങ്കല്പിക്കുന്ന, അല്ലേ, വസിഷ്ഠൻ്റെ പശുവാണ്, വിശ്വാമിത്രനാണ് ആക്രമിക്കുന്നത്, അങ്ങനെയുള്ള പുരാണ സങ്കല്പങ്ങളെല്ലാം വെച്ചിട്ട് ഗോസംരക്ഷണം എന്ന് തന്നെ പേര് കൊടുത്ത ഒരു കവിതയും അക്കാലത്ത് വൈലോപ്പിള്ളി എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള യാതൊരു അപൂർണതകളും ആരോപിക്കാൻ സാധ്യമല്ലാത്ത തികവുറ്റ ഒരു ശില്പമാണ് വടക്കൻപാട്ട് എന്ന വൈലോപ്പിള്ളി കവിത. ചീനരാഗും അരിങ്ങോടർ, അവിടെ അരിങ്ങോടറാണ് ചൈനക്കാർ. ചിലമ്പിട്ട ചേവടിയാൽ ചീനരാഗും അരിങ്ങോടർ തന്മുഖത്ത് നീ ചവിട്ടുമ്പോൾ. വടക്കൻപാട്ടിനോടാണ് ഈ ആഹ്വാനം. നീ പോയി വടക്കൻ അതിർത്തിയിൽ നടക്കും പാട്ടിനു ധീരം വടക്കൻ മേട്ടിലേക്കല്ലോ പോയതാരോമൽ. വടക്കൻ പാട്ടിനെ പാടത്ത് കാണാനില്ല, നാട്ടിലും മേട്ടിലും വീട്ടിലും കാണാനില്ല. അപ്പോൾ വടക്കൻ പാട്ട് എവിടെയാണ്? വടക്കൻ മേട്ടിലേക്കല്ലോ പോയതാരോമൽ. നടക്കും പാട്ടിനു ധീരം വടക്കൻ മേട്ടിലേക്കല്ലോ പോയതാരോമൽ. അവിടെ യുദ്ധം ചെയ്യുന്ന സഹോദരന്മാർക്ക്, ആങ്ങളമാർക്ക് വീരബാണം പകർന്നു കൊടുക്കുന്നതിനാണ്. യോദ്ധാക്കളുടെ, വടക്കൻ പാട്ടിലെ യോദ്ധാക്കളുടെ പാനീയമാണ് വീരപാണം. വീരപാനമായിരിക്കാം വീരപാണമായിട്ട് മാറിയത്. അവർക്ക് വീരപാണം പകർന്നു കൊടുക്കാൻ വടക്കൻ മേട്ടിലേക്ക്, ഹിമാലയത്തിലേക്ക്, ഇന്ത്യൻ അതിർത്തിയിലേക്ക് പോയിരിക്കുകയാണ് വടക്കൻ പാട്ട്. ആ വടക്കൻ പാട്ട് എന്ന ധീര കന്യകയെ പറ്റിയാണ് പറയുക. ചീനരാകും അരിങ്ങോടർ തന്മുഖത്ത് ചിലമ്പിട്ട ചേവടിയാൽ നീ ചവിട്ടുമ്പോൾ എന്നത്. നിന്റെ കിലുങ്ങുന്ന ചിലമ്പിട്ട ചേവടിയാൽ നീ ചീനരാകും അരിങ്ങോടർ തന്മുഖത്ത് ചവിട്ടുക. അങ്ങനെ ഈ പാട്ടുകൊണ്ട് തന്നെ ചവിട്ടി തള്ളാവുന്നതേ ഉള്ളൂ ഇന്ത്യയെ ആക്രമിക്കുന്ന അയൽ രാജ്യക്കാർ എന്ന മട്ടിലാണ് ഈ വരികൾ.
ഉച്ചലൽ ചോളവയൽ ചോരമണി, ഉച്ചലൽ ഖഡ്ഗച്ചോളവയൽ ചോരമണി കൊത്തിടും തത്തേ. വടക്കമ്പാട്ടിനുള്ള മറ്റൊരു അഭിവാദ്യമാണ്. ഉച്ചലൽ ഖഡ്ഗച്ചോളവയൽ ചോരമണി കൊത്തിടും തത്തേ. ഇമേജറി വളരെ വ്യക്തമാണ് അല്ലേ? വാളുകളുടെ ഒരു ചോളവയൽ, ചോളവയലിൽ ചോരമണി കൊത്തിപ്പാറുന്ന ഒരു തത്ത പോലെ പാറുന്ന പാടിപ്പറക്കുന്ന വടക്കൻ പാട്ട്. ഈ കവിതയ്ക്ക് വളരെ മനോഹരമായ ഒരു കഥയുടെ ചട്ടക്കൂട് കൂടി നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് വൈലോപ്പിള്ളി. പണ്ട് മാഷായിരുന്ന കാലത്ത് ഒരു മുട്ടുശാന്തി ക്ലാസ് എന്നാണ് പറയുക. മുട്ടുശാന്തി ക്ലാസ് എന്താണെന്നുള്ള അധ്യാപകർക്കെല്ലാം അറിയാം. തൻ്റേതല്ലാത്തൊരു ക്ലാസ്സിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നതിനാണ് മുട്ടുശാന്തി ക്ലാസ് എന്ന് പറയുക. അങ്ങനെ മുട്ടുശാന്തി ക്ലാസ് എടുക്കാൻ ചെന്ന കവി എന്ന് തന്നെ പറയാം, ഒരു അധ്യാപകൻ എന്താ പാഠം? അപ്പോൾ കുട്ടികൾ പറഞ്ഞു വടക്കൻ പാട്ട്. എങ്കിൽ വടക്കൻ പാട്ട് അറിയാവുന്ന ആരെങ്കിലും രണ്ടുപേരി പാടൂ. എല്ലാവരും മടിച്ചു നിന്നു. പാടിയവർക്കൊരു ചൂടും ചുണയും ഉണ്ടായില്ല പാട്ടിനപ്പോൾ ഒരു ആൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ഒരു ചിടുങ്ങൻ എന്നാണ് കവിതയിൽ പറഞ്ഞത്. ചിടുങ്ങൻ വളരെ മനോഹരമായി നേരിട്ടു വെട്ടി മരിച്ചതെന്നാൽ വീട്ടേക്ക് നല്ലൊരു മാനം തന്നെ, ഒളിവാളു കൊണ്ടു മരിച്ചതെന്നാൽ പച്ചോലയിൽ കെട്ടിയെടുക്കേയുള്ളൂ എന്നിങ്ങനെ മറ്റൊരു തരം വീരാഭിമാനം തുളുമ്പുന്ന വരികൾ പാടി ആ ക്ലാസ്സിനെയും ആ അധ്യാപകനെയും കോരിത്തരിപ്പിച്ചു. അപ്പോൾ അധ്യാപകൻ ചോദിച്ചു, എന്താ നിൻ്റെ പേര്? കേശവൻകുട്ടി. പിന്നെ പെട്ടെന്നൊരു ട്വിസ്റ്റിലൂടെ ഈ കഥ വീണ്ടും വർത്തമാനത്തിലേക്ക് വരികയും ഇപ്പോൾ ആ കേശവൻകുട്ടി ഇന്ത്യൻ ആർമിയിലൊരു പട്ടാളക്കാരനാണ്, ഇന്ത്യൻ സൈന്യത്തിലൊരു പട്ടാളക്കാരനാണ്. അവൻ ഹിമാലയത്തിലാണ്, അവൻ ചൈനക്കാരോട് യുദ്ധം ചെയ്യുകയാണ്. അവരോടൊപ്പം പോയി ചേർന്ന് അവർക്ക് പാട്ടിൻ ചാരുപാട്ടിൻ ഇളങ്കള്ളാൽ വീരബാണം പകർന്നോളൂ എന്ന് വടക്കൻ പാട്ടിനെ ആഹ്വാനം ചെയ്യുകയാണ് കവി. അന്ന് ചെറിയൊരു ക്ലാസ്സിൽ വെച്ച് വടക്കൻ പാട്ട് പാടി അധ്യാപകനെയും കൂട്ടുകാരെയും സഹപാഠികളെയും കോരിത്തരിപ്പിച്ച ആ കേശവൻകുട്ടിയോടൊപ്പം അയാളെന്നൊരു പട്ടാളക്കാരനാണ്. വടക്കൻ മേട്ടിൽ പോയി നീയും യുദ്ധം ചെയ്യൂ. ഗാനകലയുടെ ചൈതന്യം ഉപയോഗിച്ച്, വൈഭവം ഉപയോഗിച്ച് നീയും അവനോടൊപ്പം പോരാടൂ, അവർക്ക് പാട്ടിൻ്റെ വീരബാണം പകർന്നു നൽകൂ എന്ന് പറയുന്ന കവിതയാണ് വടക്കൻ പാട്ട്. ഇവിടെ യുദ്ധം, വടക്കൻ പാട്ടിലെ അംഗം, പോരാട്ടം, അഭിമാനം, ദേശാഭിമാനം, ഇതെല്ലാം ഒരു സവിശേഷമായ പാകത്തിൽ കൂടിച്ചേർന്ന് ഒരുപക്ഷെ വൈലോപ്പിള്ളിക്ക് മാത്രം സങ്കല്പിക്കാനും സൃഷ്ടിക്കാനുമാകുന്ന ഒരു കവിതയാണ് വടക്കൻ പാട്ട്. ഇങ്ങനെ പോയാൽ ഒരുപാട് കവിതകളുണ്ട്. കൃഷിപ്പാട്ട് എന്നൊരു കവിതയിൽ വടക്കൻ പാട്ടിനോടുള്ള തൻ്റെ ആഭിമുഖ്യത്തെപ്പറ്റി നേരിട്ട് പറയുന്നുണ്ട് വൈലോപ്പിള്ളി. പണ്ട് പുഞ്ചയിൽ നെല്ലോടൊത്ത് നെല്ലിപ്പൂവിൻ തണ്ടുപോൽ ചുറ്റിക്കേറി പൂവിട്ടു നാടൻ പാട്ടും. ആ നാടൻ പാട്ടെന്ന് പറയുന്നത് വടക്കൻ പാട്ടാണ്. അതിലെ വീരവും വിഷാദവും തന്നെ എത്ര ആകർഷിച്ചു എന്നാണ് കവി പിന്നീട് പറയുന്നത്. വീരവും വിഷാദവും പ്രമേയമാകുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് വടക്കൻ പാട്ടുകളാണ്. ആ കൽപ്പന ശ്രദ്ധിക്കുക. പണ്ട് പുഞ്ചയിൽ നെല്ലോടൊത്ത് നെല്ലിപ്പൂവിൻ തണ്ടുപോൽ ചുറ്റിക്കേറി പൂവിട്ടു നാടൻ പാട്ട്. നെല്ലിപ്പൂവ് കണ്ടിട്ടുള്ള അറിയാവുന്ന ചിലരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വരുന്ന കുട്ടികൾക്ക് ഒരു കാരണവശാലും പരിചയമുണ്ടാകാൻ ഇടയില്ലാത്തൊരു പൂവാണ്. പാടത്ത് നെല്ലിൽ ചുറ്റിക്കേറി ഒരു മോതിരം പോലെ, അങ്ങനെയാണ് വൈലോപ്പിള്ളി പറയുക, മോതിരത്തിലെ കല്ലുപോലെ ഒരു നീലപ്പൂ ഉണ്ടാവും എന്നാണ് വൈലോപ്പിള്ളി പറയുക. ഇതിനെ സംബന്ധിച്ച് വിചിത്രമായ, ഒരുപക്ഷെ അസാധാരണമായ ഒരു കാര്യം കാവ്യലോക സ്മരണകളിൽ കവി പറയുന്നുണ്ട്. ഈ നെല്ലിപ്പൂവിനെ പറ്റി, പൂക്കളെ പറ്റി പറയുന്ന ആദ്യ അധ്യായങ്ങളിൽ ഒരിടത്ത് പറയുന്ന നെല്ലിപ്പൂവ്, ഈ പൂവിൻ്റെ ഈ നീലക്കൽ മോതിരം പോലെ നെല്ലിൽ ചുറ്റിക്കേറി പൂവിട്ടിരുന്ന നെല്ലിപ്പൂവിൻ്റെ ആ സൂക്ഷ്മ സുഗന്ധം താൻ പിന്നീട് ആസ്വദിച്ച് ടാഗോറിൻ്റെ കവിതയിലാണ്. ഈ താരതമ്യം അസാധാരണ എന്നേ പറയാനൊക്കൂ. നമുക്ക് പിടിതരാത്ത ഒരു താരതമ്യമാണ്. ടാഗോറിൻ്റെ കവിതയിൽ നെല്ലിപ്പൂവിൻ്റെ, ആ നീലപ്പൂവിൻ്റെ സൂക്ഷ്മ സുഗന്ധം താൻ ആസ്വദിച്ചു എന്ന് കവിയാണ് ഇട്ട് പറയുന്നു. ആ സുഗന്ധം എന്താ എന്നുള്ളത് ടാഗോറിനും മഹാകവിക്കും മാത്രമേ അറിയൂ. അതേ നെല്ലിപ്പൂവാണ്. നെല്ലിപ്പൂവ് പോലെ പണ്ട് പുഞ്ചയിൽ നെല്ലോടൊത്ത് നെല്ലിപ്പൂവിൻ തണ്ടുപോൽ ചുറ്റിക്കേറിയല്ലേ, അതൊക്കെ വളരെ മനോഹരമാണ്. ആ അർത്ഥം പോലെ തന്നെയാണ് ശബ്ദവും സഞ്ചരിക്കുക. നെല്ലിപ്പൂവിൻ തണ്ടുപോൽ ചുറ്റിക്കേറി പൂവിട്ടു നാടൻ പാട്ടും. അങ്ങനെ അധ്വാനത്തിൻ്റെ ഭാഗമായിരുന്നു, അധ്വാനിക്കുന്നവരുടെ ഗാനമായിരുന്നു വടക്കൻ പാട്ടുകൾ എന്നും പുതിയ കാലത്തിൻ്റെ വടക്കൻ പാട്ടുകാരനാണ് താനെന്നും വൈലോപ്പിള്ളി പരോക്ഷമായിട്ട് പറയുകയാണ്. നിങ്ങൾ പാടത്ത് പണിയെടുക്കുമ്പോൾ വരമ്പത്തിരുന്ന് പാടുന്ന ഒരു പാണനോ പുലയനോ പുലവനോ ആണ് താൻ, അല്ലേ? ഓണമുറ്റത്ത് എന്ന കവിതയിൽ പറയുന്നുണ്ട്, നിങ്ങൾ പാടത്ത് പണിയുമ്പോൾ വരമ്പത്തിരുന്ന് പാടുന്ന ഒരു പുലവനാണ് ഞാൻ, ഒരു പാട്ടുകാരനാണ് ഞാൻ. നിങ്ങളുടെ അധ്വാനത്തിൽ നിങ്ങളോടൊപ്പം
ഞാൻ അധ്വാനിക്കുന്നില്ല, പക്ഷെ ഞാൻ പാടുന്നു, നിങ്ങൾക്ക് വേണ്ടി പാടുന്നു, നിങ്ങളുടെ അധ്വാന ഭാരം ഇളയ്ക്കാൻ വേണ്ടി വരമ്പത്തിരുന്ന് പാടുന്ന ഒരു പുലവനാണ് താൻ എന്ന് പ്രസിദ്ധമായ ഓണമുറ്റത്ത് എന്ന കവിതയിൽ വൈലോപ്പിള്ളി പറയുന്നുണ്ട്. അപ്പോൾ അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പാടുന്ന, സമരം ചെയ്യുന്നവർക്ക് വേണ്ടി പാടുന്ന വളരെ പ്രസിദ്ധമായ വരിയുണ്ടല്ലോ, മാനവ പ്രശ്നങ്ങൾ തൻ മർമ്മകോവിതന്മാരെ ഞാനൊരു വെറും സൗന്ദര്യാത്മക കവി മാത്രം. ഇങ്ങനെ അവസാനിക്കുന്ന കവിയും സൗന്ദര്യവും എന്ന കവിതയിൽ പറയുന്നുണ്ട്, നൂറ്റാണ്ടുകളായി തുടരും അജ്ഞതാ പാരമ്പര്യത്തിൽ നൂറ്റടിഞ്ഞ പാവപ്പെട്ടവരെ പറ്റി പറയാം. നൂറ്റാണ്ടുകൾ, അങ്ങനെ വൈലോപ്പിള്ളിക്ക് അഭിമതമായ രീതിയാണ്. നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ നൂറ്റ് അടിയുക എന്നും അതിൻ്റെ പിന്നാലെ പറയണം. നൂറ്റാണ്ടുകളായി തുടർന്ന അജ്ഞതാ പാരമ്പര്യം നൂറ്റടിഞ്ഞ പാവങ്ങളെ എൻ്റെ പാട്ടുകൾ ഉത്സാഹിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഞാനൊരു വെറും സൗന്ദര്യാത്മക കവി മാത്രം, അല്ലേ? അധ്വാനിക്കുന്നവരെ, പോരാടുന്നവരെ, ജീവിത സമരത്തിൽ, ജീവിതായോധനത്തിൽ, ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള സങ്കീർണതകളോടും എല്ലാ തരത്തിലുമുള്ള കാഠിന്യങ്ങളോടും ഏറ്റുമുട്ടുന്നവരെ ഉത്സാഹിപ്പിക്കലാണ് എൻ്റെ പാട്ടിൻ്റെ ആത്യന്തിക സാഫല്യവും ലക്ഷ്യവും. പക്ഷേ ഞാനൊരു വെറും സൗന്ദര്യാത്മക കവി മാത്രം എന്നാണ് വൈലോപ്പിള്ളി ആ കവിത അവസാനിപ്പിക്കുക. ഇത്തരത്തിൽ തൻ്റെ ജീവിത ദർശനത്തിൻ്റെ ഊടും പാവുമായി ഒരുപക്ഷെ വൈലോപ്പിള്ളി കണ്ടിരുന്നത് വടക്കൻ പാട്ടുകളുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ സംസ്കാരത്തെയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിലിരുന്ന് MP ശങ്കുണ്ണിയാരുടെ കണ്ണീർ പാഠത്തിൻ്റെ പഠനം വായിക്കുകയായിരുന്നു. ഈ ലേഖനത്തിൽ ശങ്കുണ്ണിയാർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, എത്രമാത്രം വൈരുദ്ധ്യങ്ങളെയാണ് ഈ ചെറിയ കവിതയിൽ കവി ഇങ്ങനെ ചേർത്ത് നെയ്തിരിക്കുന്നത് എന്നാണ്. അത് ഒരു ദാമ്പത്യ കലഹത്തിൻ്റെ കവിത മാത്രമല്ല, ഒരു ഭാര്യയും ഭർത്താവും ഒരു മഴക്കാലത്ത് പാടം മുറിച്ച് കടന്ന് ഒരു ദുർഗാ ക്ഷേത്രത്തിൽ പോയി തൊഴുതു മടങ്ങിയതിൻ്റെ കഥ മാത്രമല്ല, മനുഷ്യജീവിതം എത്രമാത്രം ദുരന്ത സങ്കീർണമാണ്, എത്രമാത്രം വൈരുദ്ധ്യ സങ്കുലമാണ് എന്ന് പറയാതെ പറയുന്ന ആ കണ്ണീർ പാടത്തിലൂടെയുള്ള യാത്രയായി രണ്ട് ദമ്പതിമാരുടെ പരസ്പരം ശീതസങ്കരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദമ്പതിമാരുടെ കഥയെ, യാത്രയെ, നടപ്പിനെ മാറ്റുന്നു ഈ കവിത എന്നതാണ് കണ്ണീർ പാടത്തിൻ്റെ കാലാന്തര പ്രസക്തി, മഹത്വം എന്നാണ് ശങ്കുണ്ണി നായർ ഈ ലേഖനത്തിൽ ആവർത്തിച്ചു പറയുന്ന ഒരു ആശയം. ഇതിൽ സ്നേഹമുണ്ട്, വെറുപ്പുണ്ട്, സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്, അവർ തമ്മിലുള്ള ഒരു നിശബ്ദ സങ്കരമുണ്ട്, ശീത സങ്കരമുണ്ട്, അവരല്ലാത്ത മറ്റുള്ളവരുമുണ്ട്, അല്ലേ? കണ്ണീർപ്പാടം വായിച്ചിട്ടുള്ളവർക്കറിയാം, അവരല്ലാത്ത മറ്റു ചിലരുമുണ്ട്. കല്ല് പോലിരിക്കുന്ന ഒരു പയ്യനുണ്ട്, മഴയുടെ കൃഷിപ്പണി കാണാൻ വന്നു നോക്കുന്ന ഒരു സവർണ ജന്മി കഥാപാത്രമുണ്ട്. ഇങ്ങനെ അവരല്ലാത്ത മറ്റുള്ളവരും, അല്ലേ? നിർദ്ദയ ലോകത്തിൽ നാം ഇരുവരും ഒറ്റപ്പെട്ടോർ, തമ്മിലും ഒറ്റപ്പെട്ടോർ. അതിനെ ശങ്കുണ്ണി നായർ വിളിക്കുന്ന നരകമെന്നാണ്. ഇവർ കുഴിച്ച് അനിഷ്ടസ്മൃതികളിൽ കുഴിച്ച് എന്ന് ഒടുവിൽ കണ്ടെത്തുന്ന നരകം ഇതാണ്. തങ്ങൾ ഈ ലോകത്തൊറ്റപ്പെട്ടിരിക്കുന്നു, തമ്മിലും ഒറ്റപ്പെട്ടിരിക്കുന്നു, അതല്ലേ നരകം എന്നാണ് MP ശങ്കുണ്ണി നായരെ പോലെ ഗംഭീരനായ ഒരു നിരൂപകൻ കണ്ണീർ പാടത്തെ മുൻനിർത്തി ചോദിക്കുക. ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്ന ആ കവിതയിൽ പോലും അതിൻ്റെ അവസാനത്തെ വരി ശ്രദ്ധിക്കുക. എന്തായിരുന്നു കണ്ണീർ പാടത്തിലെ അവസാനത്തെ വരി എന്ന് എല്ലാവരും ഒന്ന് ഓർത്തെടുക്കുക. പോയി കൂപ്പിനാം സ്മിതഛിന്ന ദുഃഖയാം ദുർഗയെ, സ്മിതഛിന്ന ദുഃഖയാമാ ദുർഗയെ. അമ്പലത്തിലേക്ക് തൊഴാൻ പുറപ്പെട്ട രണ്ടുപേരാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ കാലവർഷം ദുർഗയേക്കാൾ, രുദ്രയായ ദുർഗയെപ്പോലെ കല്ലി തുള്ളി നിൽക്കുന്ന ഒരു വർഷപ്പാടം കടന്നിട്ട് വേണം അവർക്ക് അവിടെ എത്താൻ. പക്ഷെ അവരവിടെ എത്തി എന്നതാണ്, അല്ലേ? ആ കവിതയിലുമുണ്ട് വെള്ളത്തിന് മീതെ നടന്ന ക്രിസ്തുവിനെ പോലെ നടക്കുന്ന ചില ആളുകൾ, രണ്ട് ഗ്രാമീണ കർഷക ദമ്പതിമാർ. അവരെ കണ്ടിട്ടാണ്, അവരെ അനുകരിച്ചിട്ടാണ് ഇവർ ഈ വർഷപ്പാടം കടന്ന്, ഈ മധ്യവർഗികളായ ദമ്പതിമാർ ഈ വർഷപ്പാടം കടന്ന് അവിടെ ചെന്ന് കാണുന്ന ആ ദുർഗ മറ്റൊരാളാണ്. സ്മിതഛിന്ന ദുഃഖയാം ആ ദുർഗയെ, സ്മിതഛിന്ന ദുഃഖയാം ദുർഗ. വൈലോപ്പിള്ളിക്ക് പതിവില്ലാത്ത പോലെ ഒരു ചങ്ങലപ്പദമാണ്, ഒരു സമസ്തപദമാണ്. സ്മിതഛിന്ന ദുഃഖയാം ദുർഗയെ, ചിരി കൊണ്ട് ദുഃഖത്തെ തകർത്തെറിയുന്ന ദുർഗയാണ് ഇവർ കണ്ടു വണങ്ങി മടങ്ങുന്നത്.
അതിലേക്കുള്ള യാത്രയാണ് ഈ കണ്ണീർപ്പാടത്തിന് കുറുകെയുള്ള ഈ യാത്ര. പ്രസിദ്ധമായ മലതുറക്കൽ എന്ന കവിത നോക്കുക. ക്രൂരഗൈരിക ഗൗരവങ്കാരും വീരമാനുഷ മൂഷിക വ്യൂഹം എന്നൊരു വരിയുണ്ടതിൽ. അതും ഇതുപോലെ ഇതേ മട്ടിൽ ഇതേ കമ്മട്ടത്തിൽ വാർത്തെടുത്ത ഒരു വരിയാണ്. ക്രൂരഗൈരിക ഗൗരവങ്കാരും വീരമാനുഷ മൂഷിക വ്യൂഹം എന്നാണ്. ഒറ്റ സമസ്തപദമാണ്. വീരമാനുഷ മൂഷിക വ്യൂഹം. ഏത് കഠിനമായ ഗിരിനിരയെയും കാർന്നൊടുക്കാൻ പോകുന്ന വീരമാനുഷ മൂഷിക വ്യൂഹം. ഒരുപക്ഷെ അപൂർവമായൊരു പദമാണ് ഗൈരിക ഗൗരവം എന്നതൊക്കെ, അല്ലേ? മലയാള കവിതയിൽ വേറൊരിടത്തും ആരും പ്രയോഗിച്ചിട്ടുണ്ടാവില്ല ഗൈരിക എന്ന്. ഗൈരികം, ഗൈരിക ഗൗരവങ്കാരും വീരമാനുഷം മൂഷിക വ്യൂഹം. അവിടെ വീരം എന്നൊരു പദം നമ്മൾ കാണുന്നു, അല്ലേ? ഈ മാനുഷ മൂഷിക വ്യൂഹത്തിനുള്ള പർവ്വതങ്ങളെ കാർന്നൊടുക്കുന്ന മാനുഷ മൂഷിക വ്യൂഹത്തിനുള്ള വിശേഷണമായി വീര പദം നമ്മൾ കാണുന്നു. ഈ വീരത്തിൻ്റെ ഉറവിടം എന്ന നിലയിലാണ് വൈലോപ്പിള്ളി എന്ന കവി വടക്കൻ പാട്ടിനെ കണ്ടിരുന്നത്. അപ്പോൾ ഈ 1 മണിക്കൂർ കൊണ്ടോ 3/4 മണിക്കൂർ കൊണ്ടോ നമ്മൾക്ക് ആദ്യം തോന്നിയ അമ്പരപ്പ് മാറിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വടക്കൻ പാട്ടും വൈലോപ്പിള്ളി കവിതയും എന്നത് ഒരു നിസ്സാര ബന്ധമല്ല, നമ്മൾ നിർബന്ധപൂർവ്വം ആരോപിക്കുന്ന ഒരു ബന്ധമല്ല. അത് വൈലോപ്പിള്ളി കവിതയുടെ കവി തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ ഏറ്റവും ഗാഠമായ പ്രഭവങ്ങളിൽ ഒന്നായിരുന്നു. അത് പ്രത്യക്ഷവും പരോക്ഷവുമായി പ്രത്യക്ഷപ്പെടാത്ത ഒരൊറ്റ വൈലോപ്പിള്ളി കവിത പോലും ഒരുപക്ഷെ എഴുതപ്പെട്ടിട്ടുണ്ടാവില്ല. വൈലോപ്പിള്ളിയുടെ അവസാന കാല കവിതകളിലൊന്നൊരു ആമ്പൽപ്പൂവിനെ പറ്റിയാണ്. മഴയിൽ കേരളം മുങ്ങി നിൽക്കുന്ന ഒരു കാലത്ത് ആ നീറ്റിൽ നിന്ന് പൊങ്ങി നിന്ന് ചിരിക്കുന്ന ഒരു ആമ്പൽപ്പൂവിനെ പറ്റിയാണ്. നിസ്സാരമെന്ന് തോന്നാവുന്ന ഒരു സംഗതിയെപ്പറ്റി എഴുതപ്പെട്ടിട്ടുള്ള മനോഹരമായൊരു കവിതയാണ്. അവിടെയും ഈ അടിസ്ഥാന ഭാവം ഇതാണ്. എല്ലാ പ്രളയ ദുരിതങ്ങളിലും അല്ലെങ്കിൽ ദുരിത പ്രളയങ്ങളിലും അതിൽ നിന്ന് കഴുത്ത് പൊന്തിക്കുന്ന ഒരു പ്രത്യാശയുടെ കവിയാണ് വൈലോപ്പിള്ളി എന്ന് പറയുന്നതിനർത്ഥം ജീവിതോത്സാഹത്തിൻ്റെ, വടക്കൻ പാട്ടുകളുടെ അടിസ്ഥാനധാരയായ വീരരസത്തിൻ്റെ കവിയായിരുന്നു വൈലോപ്പിള്ളി എന്ന് കൂടിയാണ്. മറ്റൊന്ന്, ഈ വടക്കൻ പാട്ടിനെ പറ്റി പറഞ്ഞതുപോലെ ഒന്ന് പറഞ്ഞു പോകാൻ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വൈലോപ്പിള്ളിയെ ആകർഷിച്ച കേരളീയമായ മറ്റൊരു കലാരൂപവും മറ്റൊരു കഥയും നളചരിതത്തിൻ്റെതായിരുന്നു. കഥകളിയും നളചരിതം കഥകളിയും വൈലോപ്പിള്ളിയെ ഗാഠമായി ആകർഷിച്ചിരുന്നു എന്നതിന് ചില തെളിവുകളെങ്കിലുമുണ്ട്. അതിപ്പോൾ പറയാൻ പറ്റിയ ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്. കൊടിയ വേനലിനെ പറ്റിയുള്ള ഒരു കവിതയാണ് കണിക്കൊന്ന എന്ന മകരക്കൊയ്ത്തിലെ കവിത. ആ കവിതയുടെ തുടക്കം അതിമനോഹരമാണ്. 100 പരാതി എനിക്കുണ്ടാവാം പോരുമതൻ്റെ കണിക്കൊന്നേ വഴിയോരമിതിങ്കൽ ചാമീകരമണി ഹാരശതങ്ങൾ അണിഞ്ഞ് നിനയ്ക്കാത അത്ഭുത സംഭവമായി നീ നിൽക്കേ നിൻ പുകഴ് കണ്ട് മറപ്പേനെല്ലാം. ഒരു കൊന്നപ്പൂ കണ്ടിട്ട് ഞാൻ എൻ്റെ പരാജയങ്ങൾ, എൻ്റെ പരാതികൾ, എൻ്റെ പരിഭവങ്ങളെല്ലാം വിസ്മരിക്കുന്നു എന്നാണ് പറയുന്നത്. വഴിയോരത്ത് ചാമീകരമണി ഹാരശതങ്ങൾ അണിഞ്ഞ് നിനയ്ക്കാത അത്ഭുത സംഭവമായി നീ നിൽക്കേ നിൻ പുകഴ് കണ്ട് മറപ്പേനെല്ലാം. ഇങ്ങനെ സ്വർണ്ണാഭരണ ധൂർത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ പോലെ വഴിയോരത്ത് അവിചാരിതമായി പൂത്തു നിൽക്കുന്ന കൊന്നമരത്തെ കണ്ട് ഞാൻ എൻ്റെ പരാതികൾ, എൻ്റെ പരാജയങ്ങൾ വിസ്മരിക്കുന്നു എന്ന് പറയുന്ന ഈ കവിതയുടെ ഒടുവിൽ ബാഹുകനെ പറ്റിയൊരു പരാമർശമുണ്ട്. ഈ ബാഹുകനെ കവിതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വൈലോപ്പിള്ളി വലിയ ഭാഷാ പ്രഭുത്വമുണ്ടായിരുന്ന ഈ കവി കൊന്നപ്പൂവിനെ സംബോധന ചെയ്യുന്നത് ഭീമഗ്രീഷ്മത്തിൻ മകളെ എന്നാണ്. ഭീമഗ്രീഷ്മത്തിൻ മകളെ. നമുക്കറിയാം ദമയന്തി ഭൈമിയായിരുന്നു, ഭീമന്റെ മകളായിരുന്നു. തുങ്കമാം വേനൽ ചൂട് എന്നതുപോലെ മറ്റൊരു പ്രയോഗമാണ് ഭീമഗ്രീഷ്മത്തിൻ മകളെ. നീയും ഒരു ഭീമന്റെ മകളാണ്, ആര്? കൊന്നമരം എന്നൊക്കെ പറഞ്ഞിട്ട് പറയും ബാഹുകൻ ഒന്നുണർന്നാൽ കുണ്ഠിനമെത്താൻ അരഞ്ഞൊടി പോലും. ഈ ബാഹുകനെ പോലെ ചടഞ്ഞിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന, മടിച്ചിരിക്കുന്ന മനുഷ്യൻ ഒന്നുണർന്നാൽ കുണ്ഠിനമെത്താൻ അരഞ്ഞൊടി. ഒന്നുണരട്ടെ ബാഹുകൻ എന്നാൽ കുണ്ഠിനമെത്താൻ അരഞ്ഞൊടി പോരും. ഇതും ഉത്സാഹത്തിൻ്റെ ജീവിത ദർശനമാണ്. ബാഹുകനിൽ നിന്ന് നളലിനേക്കുള്ള പരിണാമം, അല്ലെങ്കിൽ ബാഹുകനെ പോലെ തേരോട്ടുക, ചടഞ്ഞിരിക്കാതെ മറഞ്ഞിരിക്കാതെ ബാഹുവിൻ്റെ ഉള്ളിൽ
മറഞ്ഞിരിക്കുന്ന നളനെ പോലെ മറഞ്ഞിരിക്കാതെ അതിനിപുണമായി തേരോട്ടുന്ന ബാഹുകനെ ഉണർത്തുന്ന കവിതയാണ് കണിക്കൊന്ന. ഒന്നുണരട്ടെ ബാഹുകനെന്നാൽ കുണ്ടിനമെത്താൻ അരഞ്ഞൊടി പോലും. കുണ്ടിനം എന്ന് പറയുന്നത് കവി സ്വപ്നം കാണുന്ന ഒരു വ്യവസ്ഥയുടെയോ വ്യവസ്ഥിതിയുടെയോ ഭാവിയാകാം, ഭാവി സ്വർഗം ആകാം, സ്വപ്ന ദൂരമാകാം. ആ സ്വപ്നത്തിലേക്കുള്ള ദൂരം നിപുണമായി, വിദഗ്ധമായി, പ്രഗത്ഭമായി തേരോട്ടുന്ന ബാഹുകനെ പോലെ, അല്ലെ അശ്വഹൃദയം ഗ്രഹിച്ച ബാഹുകനെ പോലെ താണ്ടിക്കടന്ന് അവിടെ എത്തിച്ചേരാനാണ് വൈലോപ്പിള്ളി ആഹ്വാനം ചെയ്യുക. ഒന്നുണരട്ടെ ബാഹുകനെന്നാൽ കുണ്ഠിനമെത്താൻ അരഞ്ഞൊടി പോലും. ഇതേ കവി അദ്ദേഹത്തിൻ്റെ അവസാന കവിത എന്ന് പറയാവുന്ന മകരക്കൊയ്ത്തിലെ ഒരു കവിതയിൽ കേരളത്തെ ചുട്ടികുത്താൻ കിടക്കുന്ന, നളനായി ചുട്ടികുത്താൻ കിടക്കുന്ന ഒരു നടനായി സങ്കല്പിക്കുന്നുണ്ട്. അവിടെയും ഈ പ്രത്യാശയാണ് ആ കവിതയുടെയും ഉള്ളുര. എന്തെല്ലാം ദുരിതങ്ങളുണ്ടായാലും, കാർക്കോടകന്റെ ദംശനമേറ്റാലും, ദമയന്തിയെ നഷ്ടപ്പെട്ടാലും, ഒറ്റയ്ക്ക് കാട്ടിൽ അലഞ്ഞാലും ഒടുവിൽ ഒരു പുനഃസമാഗമം നടക്കുകയും നളൻ തൻ്റെ ദമയന്തിയെ വീണ്ടെടുക്കുകയും ചെയ്യും. ഇതാണ് കേരളത്തിൻ്റെ സിദ്ധി. ഇത് കേരളീയർക്ക് കേരളത്തിന് ജന്മവാസനയായി കിട്ടിയിട്ടുള്ള ഒരു അതിജീവന വാസനയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു അവസാനകാല കവിതയും വൈലോപ്പിള്ളി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വൈലോപ്പിള്ളി കവിതയിൽ കാണുന്ന ഒരു സാർവത്രിക ദർശനത്തെ നമുക്ക് വടക്കൻ പാട്ടുകളുടെ ഭാവപരിസരവുമായി ചേർത്ത് വെച്ച് വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും സാധിക്കും. അത് ഒരു പാഴ്വേലയല്ല, വെറും വ്യായാമമല്ല, ഒരു നേരം പോക്കല്ല എന്ന് ഇത്ര നേരം കൊണ്ട് നിങ്ങളെ വിനീതമായി ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, വലിയ പ്രഗത്ഭ മതികൾ മുൻപ് നിർവഹിച്ചിട്ടുള്ള വൈലോപ്പിള്ളി അനുസ്മരണ പ്രഭാഷണം എന്ന ഈ ഭാരിച്ച ജോലി, അതിനുവേണ്ടി ഞാൻ വ്യയം ചെയ്ത മാനസിക ഊർജം പാഴായിപ്പോയില്ല എന്ന ആശ്വാസത്തോടു കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന്, ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച സ്മാരക സമിതി, വൈലോപ്പിള്ളി സ്മാരക സമിതി വൈസ് പ്രസിഡന്റ് ഡോക്ടർ കൗമ്പായി ബാലകൃഷ്ണൻ മാഷ്, ഉദ്ഘാടനം നിർവഹിച്ച പ്രസിദ്ധ കവിയും മുതിർന്ന പത്രാധിപനും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട KV രാമകൃഷ്ണൻ മാഷ്, അതോടൊപ്പം തന്നെ നമ്മുടെ വൈലോപ്പിള്ളി സ്മാരക സമിതിയുടെ എക്കാലത്തെയും ഊർജമായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ SK വസന്തൻ മാഷ്, പിന്നെ ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചത് ഡോക്ടർ സജയ് KV ആണ്. വൈലോപ്പിള്ളി കവിതയുടെ വായനയിലേക്ക് പുതിയ വെളിച്ചങ്ങൾ തരാനായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം വളരെ സഹായകമായി. പ്രത്യേകം നന്ദി പറയുകയാണ് സജയ് മാഷിക്ക്. അതോടൊപ്പം തന്നെ പ്രബന്ധ മത്സരം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ഈ പരിപാടിയുടെ. പ്രബന്ധ മത്സര വിജയികൾ അവരിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സമ്മാനാർഹരായിട്ടുള്ള ഡോക്ടർ രതീഷ് ശങ്കരൻ, പിന്നെ എൻ്റെ സുഹൃത്തും വൈലോപ്പിള്ളി സ്മാരക സമിതിയിലെ അംഗമായിട്ടുള്ള ഡോക്ടർ നിത്യ P വിശ്വം, അതുപോലെ പ്രവീൺ KT, 3 പേർക്കും വൈലോപ്പിള്ളി സ്മാരക സമിതിയുടെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച മഹാകവി വൈലോപ്പിള്ളിയുടെ മകൻ, ഞങ്ങളുടെ ഒപ്പം എല്ലായ്പ്പോഴും വൈലോപ്പിള്ളി സ്മാരക സമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒന്നിച്ചു നിൽക്കുന്ന ഡോക്ടർ T ശ്രീകുമാർ, അതുപോലെ നമ്മൾക്ക് ഇവിടെ ഇന്ന് സന്നിഹിതനല്ല എന്നാൽ കൂടി എല്ലാ അനുഗ്രഹാശിസുകളും നമ്മളുടെ സമിതിയിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യനായ പ്രസിഡന്റ് ഡോക്ടർ PV കൃഷ്ണൻ നായർ മാഷ്, അതോടൊപ്പം തന്നെ ഈ പരിപാടിയെല്ലാം വളരെ ആർജവത്തോടു കൂടിയിട്ട് ആസൂത്രണം ചെയ്ത, മനോഹരമായി സംഘടിപ്പിച്ച സമിതിയുടെ സെക്രട്ടറി ഹരിദാസ് മാഷുണ്ട്. മാഷക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. കിരൺ ജോയിൻറ്റ് സെക്രട്ടറിയാണ് വൈലോപ്പിള്ളി സ്മാരക സമിതിയുടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും രേഖപ്പെടുത്തൽ ഫോട്ടോഗ്രാഫിയിലൂടെ നടത്തുന്ന കിരണാണ്. അതോടൊപ്പം തന്നെ വളരെ അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം കിരൺ ഓടി നടന്ന് നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ കിരണിനും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കവിതാ മത്സരത്തെക്കുറിച്ചാണ്. അതിന് വിധികർത്താക്കളായിട്ട് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ ജഡ്ജസിനും പ്രത്യേകം നന്ദി പറയട്ടെ. ഇവിടെ പങ്കെടുത്തവർക്കും സമ്മാനാർഹരായവർക്കും ഒക്കെ നന്ദി അറിയിക്കുകയാണ്. എല്ലാറ്റിലും ഉപരിയായിട്ട് ഇതിൽ പ്രധാനമായും നന്ദി പറയേണ്ടത് ഈ പരിപാടി മുഴുവൻ സമയവും ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച, കേട്ടിരുന്ന, അതിൽ സജീവ പങ്കാളിത്തവും പുലർത്തിയിട്ടുള്ള മനുഷ്യർക്കാണ്. അവർക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വൈലോപ്പിള്ളി
സ്മാരക സമിതിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും വൈലോപ്പിള്ളി സ്മാരക സമിതി എക്സിക്യൂട്ടീവ് അംഗം എന്ന നിലയിലും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.